ഹായ്. എന്തൊക്കെയാണ് കൂദാശകളുടെ വിശദീകരണത്തില് തേർഡ് പാർട്ട് അല്ലേ? അതെ, തേർഡ് പാർട്ട്. അപ്പൊ ഇതുകൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു കുറെ ഏരിയ കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ, ഇന്ന് നമ്മളിത് പറയുമ്പോ പിന്നെ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ആളുകൾക്ക് ഉള്ള ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കമന്റ് വരുന്നുണ്ട്, അത് നമുക്ക് അഡ്രസ് ചെയ്യാം. ഇതിപ്പം ഒരു ഫർദർ സ്റ്റഡിക്ക് വേണ്ടി ഉള്ള ഒരു ട്യൂളായിട്ട് ഇതിനെ പരിഗണിച്ചാൽ മതി. ഇതുകൊണ്ടൊരു കൺക്ലൂഷനിൽ എത്തണം എന്നുള്ളതല്ല, കൺക്ലൂഷനിലോ കൺഫ്യൂഷനിലോ എത്തണം എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് തുടർമാനമായുള്ള പഠനത്തിന് ഇത് വിധേയമാക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ, വെരി ഗുഡ് റെസ്പോൺസ് കേട്ടോ. ഒരുപാട് പേര് ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് മെസ്സഞ്ചറിലും വാട്സാപ്പിലും എല്ലാം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണം, 7 കൂദാശയും കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ പീപ്പിൾ ആർ സ്റ്റിൽ വെയിറ്റിംഗ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ എല്ലാവർക്കും സ്വയമായ ഒരു ബോധ്യം ഉണ്ടാകണം. ഇപ്പം ഈ കാര്യത്തില് ഈ നമ്മുടെ ഈ വിഷയമായിട്ടല്ല, പൊതുവായിട്ട് പറയുമ്പോ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഏറെക്കുറെ അവയർനെസ് ഉള്ളവരാണ് നമ്മുടെ ആളുകൾ. ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം അവയർനെസ് ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. അത് ആളുകൾക്ക് അല്പം എഫോർട്ട് എടുത്ത ഈ കാര്യങ്ങൾ നന്നായി ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. സ്റ്റക്കായിപ്പോയി. ഹലോ, അത് ആ വീഡിയോയിൽ എന്തോ ഒരു തകരാറ് സംഭവിച്ചിരിക്കുകയാണ്. സജിത്ത് ബ്രദർ ഡ്രോപ്പ് ഔട്ട് ആയി പോയി. ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് സജിത്ത പോയായിരുന്നു വീഡിയോന്ന്. എന്നെ ഇറക്കി വിട്ടു അല്ലേ? ഇന്നലെ ഞാനല്ലേ പോയത്. ഇന്ന് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇന്ന് നമ്മൾ ഈ മിസ്റ്റിസിസം ഓഫ് ബാപ്റ്റിസം എന്ന് പറയുമ്പോ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? മിസ്റ്റിസിസം ഇൻ ബാപ്റ്റിസം എന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി തന്നെ മിസ്റ്റിക് റിലീജിയൻ ആണ്. അപ്പൊ ഈ റിലീജിയൻ എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മിസ്റ്റിക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതിന്റെ ആ പരിധിയുണ്ട്. അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് മിസ്റ്ററീസ് ആണ്, മിസ്റ്റിക് ആണ്. അതിനെ മലയാളത്തിൽ മിസ്റ്റിസിസം എന്നതിന് ഭാവാതീതം എന്ന് പറയുന്നത്. ഭാവാതീതത്വം മലയാളം പറയുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻ, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഭാവാതീതത്വം എന്ന് പറയും. മിസ്റ്റിക് കുറച്ചുകൂടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞ് എങ്ങനെ പറയാൻ പറ്റും? അതീന്ദ്രിയ തലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണല്ലോ. ബുദ്ധിക്കെത്താത്ത ബുദ്ധി എന്നുള്ളതല്ല, ഈ 5 ഇന്ദ്രിയങ്ങൾ നമ്മൾക്കായത്. നമുക്ക് സ്പർശനം, ഗോചരം, പിന്നെ ശ്രവണം, ഘ്രാണം, അങ്ങനെയാണ് 5 ഇന്ദ്രിയങ്ങൾ വരുന്നത്. അതായത് നമുക്ക് മണത്ത് നോക്കുക, തൊട്ട് നോക്കുക, അല്ലെങ്കിൽ കാണുക, അല്ലെ കേൾക്കുക, രുചിക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഈ 5 അനുഭവങ്ങളുണ്ട്. അതിന്റെ ആ ഒരു സ്കോപ്പിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് ലൗകിക മനുഷ്യർ ചിന്തിക്കുന്നത്. അതാണ് ഈ യുക്തിവാദികൾ പറയുന്നത്.
അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് യാതൊരു സ്കോപ്പും അവർക്കില്ല. അതാണ് യുക്തിക്ക് എത്താത്തവ, ബുദ്ധിക്ക് എത്താത്തവ എന്നുള്ളവയാണോ ഈ മിസ്റ്റിസിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, അത് യുക്തി കാരണം ഇവരെ സംബന്ധിച്ച് ഇവര് ഭൗതിക യാഥാർത്ഥ്യങ്ങൾ, അതിനാണ് അവര് ഫിസിക്സ് എന്ന് പറയുമ്പം ഇപ്പൊ ഈ അടുത്തായിട്ട് മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞൊരു സംഗതി വരുന്നുണ്ട്. പക്ഷെ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങൾ, അതായത് ഭൗതിക ലോകം, ഭൗതിക യാഥാർത്ഥ്യം. അപ്പൊ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭൗതിക യാഥാർത്ഥ്യത്തിലല്ല നിൽക്കുന്നത്, അത് അധിഷ്ഠിതമായിരിക്കുന്നത്. അപ്പൊ ആ ഭൗതിക യാഥാർത്ഥ്യത്തിൽ അതിന്റെ പ്രായോഗികത ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് ഭൗതിക യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത ഒരു തലവും കൂടി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കർത്താവായ യേശുവിന്റെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന ഒരു വിഷയം. യുക്തിവാദികളൊക്കെ അതെങ്ങനെ സംഭവിക്കും? കന്യക ഗർഭിണിയായി. അപ്പൊ ഇത് തുടങ്ങുന്നത് തന്നെ മിസ്റ്റിസിസത്തിലാണ്. പക്ഷെ ആ ചർച്ചിന്റെ മിസ്റ്റിക് ഫാക്ടറിനെ പൂർണ്ണമായി നിരാകരിച്ചിട്ടാണ് പ്രൊട്ടസ്റ്റന്റിനിസം വേരൂന്നത്. അപ്പൊ മിസ്റ്റിക് ഫാക്ടർ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ യേശു ഉയർത്തു. ഇപ്പൊ യേശുവിന്റെ ഉയർപ്പ് എങ്ങനെ നടക്കാനാണ്? കന്യക ജനനം അതെങ്ങനെ നടക്കാനാണ്? അപ്പം വെള്ളത്തിൽ വന്ന് ദൂതൻ കുളം കലക്കുവോ? വെള്ളം വീഞ്ഞായി, അല്ലെങ്കിൽ കന്യകയിൽ നിന്ന് പുത്രൻ ജനിച്ചു, അപ്പം വർദ്ധിച്ചു. ഇതെല്ലാം മിസ്റ്റിക് റിയാലിറ്റിയാണ്. ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്ന് കുളം കലക്കുന്നു, രോഗി അതിന്റെ അകത്ത് ചാടുമ്പോ സൗഖ്യമാകുന്നു. ഇപ്പോഴും കുളമൊക്കെ കലക്കുന്നുണ്ട് ആളുകൾ. അല്ല, അപ്പൊ അങ്ങനെയുള്ളത് ഇപ്പോഴാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടല്ലേ? കർത്താവിന്റെ ദൂതൻ വന്ന് കുളം കലക്കുന്നു, അത് ചാടുന്നവൻ രക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുമ്പം അത് മിസ്റ്റിക് ഫാക്ടർ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് വരത്തില്ല അല്ലെ? അതെ, അതുകൊണ്ട് അവർ അതിനെല്ലാം വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതിനടിയിൽ കുളത്തിന്റെ അടിയിൽ, ബെത്സൈദ കുളത്തിന്റെ അടിയിൽ ഒരു വാതക നിർഗമന ദ്വാരം ഉണ്ടായിരുന്നെന്നും ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്നൊരു വാതകം പൊങ്ങി വരുമായിരുന്നെന്നും, അപ്പൊ കൊമളകൾ ഇങ്ങനെ, അപ്പൊ അത് സൗഖ്യം ഉണ്ടാക്കുന്ന വാതകമായിരുന്നെന്നും, അപ്പൊ അങ്ങനെ എന്തെല്ലാം വ്യാഖ്യാനം ഉണ്ടെന്നറിയൂ. കാനായിലെ കല്യാണ നാളിൽ കർത്താവ് വീഞ്ഞാക്കിയ ആ വെള്ളം കോരിയ കിണറിന്റെ അടുത്തൊരു മുന്തിരി ചക്കുണ്ടായിരുന്നു. കാലാകാലങ്ങളായിട്ട് മുന്തിരിച്ചക്കിൽ ആട്ടുന്ന മുന്തിരി എല്ലാം കൂടെ അരിഞ്ഞ് ഇറങ്ങി ഈ കിണറ്റി വന്ന് കിടക്കുന്നു. കർത്താവ് ന്യൂട്രൽ അത് കണ്ടു, കോരി കൊടുക്കാൻ പറഞ്ഞു. വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പം വീര്യമുള്ള വീഞ്ഞാന്ന് കണ്ടു. വേറെ ഒരെണ്ണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാലന്റെ 5 അപ്പം ബാലൻ കൊടുത്തപ്പോ എല്ലാവരുടെയും അപ്പം ഉണ്ടായിരുന്നു. പക്ഷെ തുറന്നാൽ ഷെയർ ചെയ്യേണ്ടിവരില്ലെന്ന് ഓർത്ത് പേടിച്ച് ആരുടെയും ഇല്ലെന്നോ എല്ലാവരും മടി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. വേലിയേറ്റം വന്നപ്പം ഫറവോനും കൂട്ടരും വന്നു. വേലിയിറക്കം വന്നപ്പം മിസ്രൈമില് മോശയും കൂട്ടരും രക്ഷപ്പെട്ടു. വേലിയിറക്കത്തിൽ മോശയും കൂട്ടരും രക്ഷപ്പെട്ടു, വേലിയേറ്റത്തിൽ ഫറവോനും കൂട്ടരും മുങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ എല്ലാം വിശദീകരണമുണ്ട്. ഈ ബാലന്റെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കാരണം ബാലൻ പൊതു തുറന്നപ്പോ എല്ലാരും പൊതു തുറന്നു, അപ്പൊ മൊത്തത്തിൽ മിച്ചം. അപ്പൊ ഈ മിസ്റ്റിക് ഫാക്ടർ ആണ് ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്നെസ്. സോള്, അതാണ് സോള്. സോൾ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മിസ്റ്റിക് ഫാക്ടർ ആണ്. അതെ, അപ്പം ഈ മിസ്റ്റിസിസം ഉള്ള ക്രിസ്ത്യാനിറ്റി ഉണ്ട്, മിസ്റ്റിസിസം ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി ഉണ്ട്. മിസ്റ്റിസിസം ഉള്ള ക്രിസ്ത്യാനിറ്റി ആണ് ലൈഫ് ഉള്ളത്, മറ്റേത് ചത്ത ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ ഓരോ സാക്രമെന്റിലും ഒരു ഫിസിക്കൽ റിയാലിറ്റിയും ഉണ്ട്, ഒരു സ്പിരിച്വൽ റിയാലിറ്റിയും ഉണ്ട് അല്ലെ? അതെ, സ്പിരിച്വൽ റിയാലിറ്റി എന്ന് പറയുന്നതിനേക്കാൾ അധികം ഭൗതിക തലത്തിൽ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്നെങ്കിലും ഇതിനെ ആത്മമണ്ഡലത്തിൽ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഒരു ധൂപം, ദൃശ്യവും അദൃശ്യവുമായ ഫോം ഉണ്ട് സഭയ്ക്ക് ഉണ്ട്. അത് നമ്മള് ഒരു ശരീരം പോലെ തന്നെയാണ് സഭ ക്രിസ്തുവിന്റെ ശരീരമാണല്ലോ. ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ഈ കാണുന്ന കയ്യ്, കണ്ണ്, കാല്, പിന്നെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൃദയം, കരള്, ഇങ്ങനെയൊക്കെയുള്ള ഓർഗൻസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഈ കാണാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ. പക്ഷെ അത് സയൻസും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ അത്രയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. അവര് പറയുന്നു അങ്ങനെ നമുക്ക് അന്വേഷിക്കാം. പക്ഷേ ഈ കാണുന്ന, അതായത് നമ്മുടെ ഉപകരണങ്ങൾ കൊണ്ട് തൊടാൻ പറ്റുന്ന, ഒരിക്കലും നമ്മുടെ ആത്മാവിന് ഒരു ഉപകരണം കൊണ്ട് തൊടാൻ പറ്റുന്നില്ല. ദേഹിയെ ഒരു ഉപകരണം കൊണ്ട് അളക്കാൻ പറ്റുന്നില്ല. അപ്പൊ ദേഹി ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് ഈ യുക്തിവാദികൾ പറയുന്നത്. അപ്പൊ ഏകദേശം യുക്തിവാദത്തോട് സമാനമായ കിടപിടിക്കുന്ന വാദങ്ങളാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഉദ്ധരിക്കുന്ന മുഴുവൻ. അതുകൊണ്ടാണ് അവർ മരണാനന്തര
ജീവിതത്തിൽ അല്ലെങ്കിൽ വേർപെട്ടു പോയവരുടെ ആത്മാക്കൾ സജീവാവസ്ഥയിൽ നിൽക്കുന്നു എന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത. അത് നമ്മൾ ഇനി ടോപ്പിക് വരുന്നോണ്ട് ഇന്നത് പറയുന്നില്ല. അപ്പൊ ഈ സദൂക്യൻസിന്റെയും ഈ പരിസയരുടെയും ഫെയ്ത്തിന്റെ ഇടയിലും ഈ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നല്ലോ. ഇത് സദൂക്യ മതമാണ്. ഇവര് സദൂക്യർ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിലും ദൂതന്മാരിലും ഏഞ്ചൽസിലും ഒന്നും വിശ്വസിച്ചിരുന്നില്ലല്ലോ. നോ 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 അവരെ സംബന്ധിച്ച് അവര് പറയുന്നത് മതം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ നയിക്കാൻ വേണ്ടിയുള്ള നിയമ സംഹിതയാണ്. അതുകൊണ്ട് പഞ്ചഗ്രന്ഥം എടുക്കുക, അതിലെ നിയമങ്ങൾ വെച്ച് നല്ലൊരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കുക. സെറിമോണിയൽ ലോസ് അല്ലേ? സെറിമോണിയൽ ലോസും പിന്നെ ജുഡീഷ്യൽ ലോസും എല്ലാം ഉണ്ടല്ലോ. അതായത് പിന്നെ കുറ്റശിക്ഷാ നിയമങ്ങളെല്ലാം അതിനകത്തുണ്ടല്ലോ. അപ്പൊ ഈ നിയമങ്ങളെല്ലാം ഉപയോഗിച്ച്, അതുപോലെ സാനിറ്റേഷൻ ലോസ് ഉണ്ട്, ശുദ്ധീകരണ നിയമങ്ങൾ, അപ്പം പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം, ദൈവാലയ ശുചിത്വം, യാഗങ്ങളുടെ നിയമങ്ങൾ, കുറ്റങ്ങൾ, ശിക്ഷകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം വെച്ചൊരു നല്ല സമൂഹം ഉണ്ടാക്കാൻ വേണ്ടി വി ആർ ഗിവൺ എ ബെറ്റർ ലോ. ജസ്റ്റ് ഫോളോ ദ ലോ, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ ഈ മിസ്റ്റിക് ഫാക്ടർ മാറ്റിയാൽ വി ആർ സെപ്പറേറ്റിംഗ് ദ സോൾ ഓഫ് ക്രിസ്ത്യാനിറ്റി ഫ്രം ഇൻഡിവിജ്വൽ അല്ലേ? അതിന്റെ അകത്ത് നമ്മൾ ആ സോളിനെ മാറ്റുവാണ്. സോളിനെ മാറ്റി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഈ ബാപ്റ്റിസത്തിനകത്ത് അല്ലെങ്കിൽ ഈ മാമോദീസക്കകത്ത് മിസ്റ്റിക്കൽ ഫാക്ടർ വിശദീകരിക്കുമ്പോൾ നമുക്ക് ശരിക്കും എവിടെയായിരിക്കും അത് തുടങ്ങേണ്ടത്? അതിനകത്ത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം, ഈ ഒരു കൂട്ടരുണ്ട്, അവര് പറയുന്നത് സ്നാനം എന്ന് പറഞ്ഞാൽ ജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പം എനിക്ക് കേൾക്കുന്നതിന് ഇഷ്ടമില്ലത്. കാരണം ജലത്തിൽ സാക്ഷിക്കുക, അപ്പൊ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പരസ്യമായിട്ട് ഒരു ചെണ്ടയൊക്കെ കൊട്ടി ഇത് ഇങ്ങനെ ഇന്നടത്തിന്റെ ആള് സ്നാനപ്പെട്ടു, പിന്നെ അവൻ പരസ്യക്കൊലായി മേലെ നാട്ടിൽ അവന് തലപൊക്കി നടക്കാൻ പറ്റാത്ത പരുവത്തിൽ ഇവനെ നമ്മുടെ കൂടെ ആക്കുക. അപ്പൊ അതാണ് സ്നാനത്തിന്റെ പർപ്പസ്. അപ്പൊ അങ്ങനെയാണ് സ്നാനത്തിന്റെ പർപ്പസ് എങ്കിൽ കാരാഗ്രഹ പ്രമാണിയെ രാത്രി മുക്കത്തില്ല. അങ്ങനെയാണ് സ്നാനത്തിന്റെ പർപ്പസ് എങ്കിൽ വിജനസ്ഥലത്ത് വെച്ച് ഫിലിപ്പോസ് ഷണ്ണനെ മുക്കത്തില്ല. അപ്പൊ ഫിലിപ്പോസ് ഷണ്ണന് സ്നാപനം കൊടുക്കുന്നത് വിജന സ്ഥലത്താണ്. കാരാഗ്രഹ പ്രമാണിക്ക് പൗലൂസ് സ്നാപനം കൊടുക്കുന്നത് രാത്രിയിലാണ്. ഇതൊന്നും ഒരു സാക്ഷ്യപ്പെടുത്തലോ സുവിശേഷ പ്രഘോഷണ മാർഗമോ ഒന്നും അല്ല. ഇപ്പൊ സ്നാനത്തിനകത്ത് ഒരു മിസ്റ്റിക് ഫാക്ടർ ഉണ്ട്, അതുപോലെ സ്നാനത്തിനകത്ത് ഒരു അർജൻസി ഉണ്ട്. അപ്പൊ അർജൻസി ഓഫ് ബാപ്റ്റിസം എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് മിസ്റ്റിസിസത്തിലേക്ക് പോകാം. ഈ അർജൻസി ഓഫ് ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ദേഹം മുഴുവൻ മുറിവേറ്റ ഒരാളാണ് പൗലൂസ്. നഗ്നനാണ്, ക്ഷീണിതനാണ്, കാരണം അതുപോലെ അടി കിട്ടി. എന്നിട്ട് ചങ്ങലക്ക് ഇട്ടിരിക്കുമ്പോഴാണല്ലോ ഈ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അത്ഭുതം നടക്കുന്നത്. അപ്പൊ അത്രമാത്രം ക്ഷീണിതനായ പൗലൂസ്, ഈ ഭൂകമ്പം ഉണ്ടായി. അപ്പൊ ഈ കാരാഗ്രഹ പ്രമാണി നിലവിളിച്ചു, അടുത്ത് വെളിച്ചം ചോദിച്ചുകൊണ്ട് വന്നു. അപ്പോ പറഞ്ഞു, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അല്ല, നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുക, അല്ലാതെ നീയും നിന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരും വ്യക്തിപരമായി വിശ്വസിക്കാനല്ല പറഞ്ഞു. അപ്പൊ പെസഹ കുഞ്ഞാട് കുടുംബത്തിന് വേണ്ടിയാണ്, ഓരോ കുടുംബത്തിനൊരു കുഞ്ഞാണ്, അല്ലാതെ ഓരോ വ്യക്തിക്ക് ഓരോ കോഴിയല്ല. ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പം ഒരു കുടുംബത്തിനൊരു കുഞ്ഞാട്. അപ്പം ഇവനോട് പറയാ, നീ വിശ്വസിക്കുക, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എന്നിട്ട് അന്ന് രാത്രി തന്നെ അവന്റെ മുറിവുകളെ വെച്ച് കെട്ടി, അന്ന് രാത്രി തന്നെ അവര് സ്നാനമേറ്റ്. എന്നാൽ ഇവന്റെ മുറിവൊക്കെ ഒന്ന് കരിഞ്ഞിട്ട് നമുക്ക് സ്നാനം മതി. ഇത് എന്തുകൊണ്ടാ? അപ്പൊ അർജൻസി ഉണ്ട് ബാപ്റ്റിസത്തിന്. അതുകൊണ്ടാണ് ഈ ജനിക്കുന്ന ശിശുക്കളെ ഈവൻ പൗലോസിന്റെ കാര്യത്തിലും പറയുമ്പോ ബർണബാസ് പൗലോസിനോട് നമ്മുടെ പ്രാർത്ഥിക്കുന്ന ആള് അനന്യാസ് പൗലോസിനോട് പറയുമ്പം, നീ വേഗം എഴുന്നേറ്റ് ഇത് സ്നാനം ചെയ്ത് നിന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു, ഇനി താമസിക്കുന്ന എന്ത്, നീ വേഗം എഴുന്നേറ്റ് ചെയ്യാനല്ലേ പറയും. അപ്പം there is an urgency in baptism. പോയോ ശിവശാന്റെ വീഡിയോയ്ക്ക് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പം ബാപ്റ്റിസത്തിനകത്തുള്ള ഒരു അർജൻസിയെ പറ്റിയാണ് സംസാരിച്ചു വന്നത്. വേഗം ചെയ്യുക. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ ബാപ്റ്റിസങ്ങൾക്കകത്ത് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ശിശു ജനിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ അർജന്റ് ആയിട്ടുള്ള ഒരു ബാപ്റ്റിസം എന്ന തരത്തിൽ തന്നെ എത്രയും പെട്ടെന്ന്, 1 വയസ്സാകുന്നോ അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഒന്നും കാത്തു നിൽക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ ബാപ്റ്റിസം നടത്തണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്.
വീഡിയോ വരുന്നുണ്ട്, റീകണക്ട് ആകുന്നുണ്ട്. എനിക്കറിയാം 251 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയത്തില്ല. എനിവേ നമ്മളത് റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണക്ട് ആവാൻ താഴെ വന്നിട്ടുണ്ടോന്ന് എനിക്ക് താഴത്തെ ഇതിലാണ്. ക്ഷമിച്ചാൻ വരുന്നുണ്ട്. ഇടുന്നുണ്ടോ വീഡിയോ വരുന്നുണ്ടോ? ഷിംഷാനെ കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഓക്കെ, അതിനെ വേണ്ടി കട്ടായി പോയെ അറിയത്തില്ല അത്. ഓക്കെ, അർജൻസി ഓഫ് ബാപ്റ്റിസം നമുക്ക് പെട്ടെന്ന് നിന്ന് സംസാരിക്കണം. അർജൻസി ഓഫ് ബാപ്റ്റിസം, പിന്നെ അത് അർജൻസി പോലെ തന്നെ ഉള്ളതാണ് മിസ്റ്റിസിസം അല്ലേ? മിസ്റ്റിസിസം. നമ്മുടെ ജിജി അബ്രഹാം എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ അതിനകത്ത് രഹസ്യാത്മകത എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. നല്ല വാക്കാ. ഓക്കെ, ചിലരുടെ മനസ്സിലാകാൻ എളുപ്പമുണ്ട്. രഹസ്യാത്മകത. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ മിസ്റ്റിക് ഫാക്ടർ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഗലേഷ്യൻസിലും റോമൻസിലും ഒക്കെ പറയുന്നുണ്ട്. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായി നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം ശരിക്കും ലിറ്ററലി യേശുവിന്റെ റോമൻ 6 പറയുമ്പോ അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. അപ്പൊ അത് ബുദ്ധി വെച്ച് അളക്കുകയാണെങ്കിൽ 2018 വർഷം മുമ്പ് മരിച്ച യേശു, ആ യേശുവിന്റെ മരണത്തിൽ ഇന്ന് സ്നാനപ്പെടുന്ന, ഇന്ന് മാമോദിസം മുക്കുന്ന അല്ലെ മുങ്ങുന്ന അല്ലെ ഏൽക്കുന്ന ഒരാളെ എങ്ങനെ പങ്കാളിയാകും എന്ന യുക്തി വെച്ച് അളന്നാൽ അത് മനസ്സിലാകുകയല്ലേ? അതായത് ഈ സഭ പറയുന്നത് 2 തരത്തിലുള്ള സമയത്തെ കുറിച്ച് പറയുന്നു. ഒന്ന് നമ്മുടെ റെഗുലർ ടൈം, അത് 2019 ജൂൺ മാസം 22 എന്നൊക്കെ നമ്മുടെ സാധാരണ സമയം. എന്നാൽ പിന്നെ സഭ പറയുന്ന കൗദാശിക സമയമുണ്ട്. കൗദാശിക സമയമൊന്നും, അത് സാക്രമെന്റൽ ടൈമാണ്. ഈ കൗദാശിക സമയം എന്ന് പറയുന്നത് ആ കൗദാശിക സമയത്ത് ആ അവസ്ഥയിലേക്ക് ആ വ്യക്തി പോകുന്നു എന്നുള്ളതാണ്. അല്ല, കൗദാശിക സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സർക്കിളാണ്, അതൊരിക്കലും മൂവ് ചെയ്യുന്നില്ല. അപ്പം ഈ സ്നാനത്തിന്റെ സമയത്ത് ക്രിസ്തുവിന്റെ കുരിശു മരണത്തോട് ലിറ്ററലി ജോയിൻ ചെയ്യുക കൗദാശിക സമയത്ത് സംഭവിക്കുന്നതാ. ഓക്കെ, അപ്പം ഈ മറ്റു കൂദാശകളിലും അങ്ങനെ തന്നെ എനിക്ക് തോന്നി. കുർബാനയുടെ കാര്യം വരുമ്പോഴും അത് തന്നെയാണല്ലേ? അത് തന്നെ, അതാണ്. അതുകൊണ്ടാണ് ഏക ബലിയാണ്, ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മള് ട്രാൻസെൻഡ് ചെയ്യപ്പെടുകയാണ് ആ ബലിയിലേക്ക്, അല്ലാതെ എല്ലാ ദിവസവും ഇരുന്ന് ബലി അർപ്പിക്കല്ല. അത് നമ്മുടെ ഫിസിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് ഓരോ ദിവസവും ബലി അർപ്പിക്കുകയാണ്. പക്ഷേ സ്പിരിച്വൽ മീനിങ്ങിൽ അതിന് മാറ്റം വരുന്നില്ല. ടൈം ഫ്രെയിമിന് പുറത്താ അതല്ലേ ഉള്ളത്? ടൈം ഫ്രെയിമിന് പുറത്താ. അതാണ് ഈ ദൈവത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ദൈവം ഈ നമ്മുടെ ടൈം കൺസ്ട്രെയിന്റ് അല്ല. ഗോഡ് ടൈം കൺസ്ട്രെയിന്റ് അല്ലാത്തതുകൊണ്ട് ഗോഡ്ലി തിങ്സും ടൈം കൺസ്ട്രെയിന്റ് അല്ല. അതൊരു നല്ല പോയിന്റാണ്. അതായത് ഗോഡ് ടൈം കൺസ്ട്രെയിന്റ് അല്ല, സമയബന്ധിതനല്ല, സമയത്തിന് അതീതനാണ്. സമയബന്ധിതനല്ലാത്തത് കൊണ്ട് ദൈവിക കാര്യങ്ങളും സമയബന്ധിതമല്ല. എക്സാക്ട്ലി, സമയബന്ധിതമല്ല എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് അതിന് സമയകൃത്യത ഇല്ല എന്നൊരർത്ഥം അല്ല ഉദ്ദേശിക്കുന്നത് അല്ലെ? സമയകൃത്യത ഇല്ലെന്നുള്ളതല്ല, എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ പിന്നെ പരിമിതിയുണ്ട്. അതായത് സമയം നിമിത്തം നമ്മൾ ഒരു പരിധി വെക്കപ്പെട്ടിരിക്കുകയാണ് നമുക്ക്. ഇപ്പൊ EMS മരിച്ചു, EMSന്റെ ഓർമ്മ ദിവസം കമ്മ്യൂണിസ്റ്റുകാർ ആഘോഷിക്കുന്നു. അവരെ സംബന്ധിച്ച് അത് മെമ്മറിയാണ്, അത് ഇത്രയും വർഷത്തിൽ പറയാം, ഓരോ വർഷവും അവർ ആചരിക്കും. അതേ അവർക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു തലത്തിലേക്ക് ഈ കർത്താവിന്റെ ഈ പരിശുദ്ധ കുർബാന പോകുന്നില്ല. പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പം അത് ഗോഡ്ലി തിങ് ആണ്. ടൈമിന് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിലേക്ക് നമ്മൾ മടങ്ങി പോവാണ്. യെസ്, എക്സാക്ട്ലി. ഓ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവായ യേശുവിൽ നിന്നാണ് അപ്പം വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ കൗദാശികൻ അല്ലെ കുദാശ നടത്തുന്ന ആള് അവിടെ യേശുവിന്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്.
അതെ, അതുതന്നെയാണ് ഈ പിന്നെ ഈ പ്രാർത്ഥനയുടെ ഈ സുറിയാനി സഭയിലെ പ്രാർത്ഥനയുടെ ഒരു പർട്ടിക്കുലർ, കാത്തലിക്കിലും അത് തന്നെയാ, പർട്ടിക്കുലർ ഘട്ടം വരുമ്പോഴേക്കും ഈ പിന്നെ ഇത് മൊത്തത്തിൽ എലിവേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ഈ പരിശുദ്ധ മദ്ബഹ എന്ന് പറയുമ്പോൾ തന്നെ തീരഥങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പൊ തീരഥങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഈ പരിശുദ്ധ മദ്ബഹ, ഈ സ്ഥിരം ഈ മദ്ബഹ എന്ന് പറഞ്ഞൊരു പാട്ട് പാടും. പക്ഷെ അത് എലിവേറ്റ് ചെയ്യപ്പെടും. എലിവേറ്റ് ചെയ്തിട്ട് അത് ടൈം ട്രാൻസെൻഡ് ആണ്. ട്രാൻസെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ സമയത്താണ് ഇത് പാടുന്നത്. പിന്നെ ഉന്നത പദവിയിലേറി ഇതാ ഇന്നിപ്പോൾ പട്ടക്കാരൻ അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന എന്ന് പറയുമ്പോൾ ഈ സാധാരണ ഈ പിന്നെ ഓഡിയൻസിന് ഇത് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി മാറി എന്നുള്ളതാണ്. ടൈം മാറി. അപ്പൊ അതൊരു വലിയ കാര്യം. ഇപ്പൊ റോമൻ 6-ലാണെങ്കിലും കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ വന്നിട്ട് ഒരു നാൾ വരുത് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്ന അങ്ങനെയല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്നിട്ട് അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. അപ്പം അതിന്റെ മിസ്റ്റിക്കൽ സൈഡില് ഓരോ വ്യക്തിയും മാമോദീസ ഏൽക്കുമ്പോൾ യേശുവിന്റെ മരണത്തിന്റെ ആ ടൈമിലേക്ക് പോവാണല്ലേ. അതിനകത്ത് ഞാൻ ഈ പിന്നെ സോളാ സ്ക്രിപ്ചറയുടെ അസുഖം ഉള്ളവർക്ക് വേണ്ടി ഒരു കാര്യം വേണേ പറയാം. ഈ എബ്രായ ലേഖനത്തില് ലേവിയെ പറ്റി പറയുന്നുണ്ട്. അബ്രഹാമിനെ മൽക്കീസദേക്ക് സന്ദർശിക്കുമ്പോൾ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുക. അപ്പൊ എബ്രായ ലേഖനത്തിൽ പറയാണ് അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇവരൊന്ന് വിശദീകരിച്ചാൽ മതി. ഈ മിസ്റ്ററി ഇല്ലാത്തവരും മിസ്റ്റിസിസം ഇല്ലാത്തവരും അത് മാത്രം വിശദീകരിച്ചാൽ മതി. അല്ല, അത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ യേശുവിന്റെ മരണത്തിന്റെ ആ ഒരു ടൈമിലേക്ക് ഈ ഔട്ട് ഓഫ് ടൈം ഫ്രെയിമിന് പുറത്ത് കൊണ്ടുപോയി നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്ന ഒരു മിസ്റ്റിക് ഫാക്ടറാണ് മാമോദീസയുടെ അമൂല്യത. അല്ലാതെ ഇത് തളിയോ കുളിയോ എന്നുള്ളതിനപ്പുറത്തല്ലേ. ഇത് തളിയും ഇത് കുളിയും ഇത് വെറും കളിയും അല്ല. തളിയല്ല ഇത്, കുളിയല്ല ഇത്, കളിയല്ല ഇത്. ഇത് വെറും കളിയല്ല. അത് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലത്തി അടിക്കണോ കമത്തി വെക്കണോ, ഇത് പിന്നെ മുക്കണോ മുഴുകണോ, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇവരിതൊരു എന്താ പറയുന്നത് ഓർമ്മയാചരണമായിട്ടോ അല്ലെങ്കിൽ സാക്ഷ്യം പറച്ചു. ഇവരില്ലല്ലോ. ഇവരില്ല. അല്ലെ നമ്മൾ ഈ പലപ്പോഴും പറയുന്നത് ഇത് ജലത്തിൽ സാക്ഷ്യപ്പെടുത്തും. പക്ഷെ അത് ദർ ഇസ് നോ പോയിന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വെച്ചെങ്കിലും സാക്ഷ്യപ്പെടുത്തണം. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുന്നു, പങ്കാളികളായി തീരുന്നു, അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പം ഈ യേശുവിനോടുകൂടെ മരിക്കപ്പെടുന്നു, യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു, ക്രിസ്തുവിനെ ധരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയാൽ നടന്ന പോലെ ഉയർത്തെഴുന്നേറ്റ ആ പിതാവിന്റെ മഹിമയാൽ നാമം നടക്കുന്നു. ഇത്രയും ഫാക്ടർ അതിനകത്ത് സംഭവിക്കുകയാണ്. അതെ. അപ്പൊ അത് വലിയൊരു ചിന്തയാണ്. കാരണം അതിനെ ആ അർത്ഥത്തില് ആൾക്കാർ മനസ്സിലാക്കിയാൽ തന്നെ അത് വലിയൊരു വെളിച്ചമായിട്ട് മാറും. മാമോദിസ എന്ന് പറയുമ്പം നമ്മള് പിന്നെ ക്രിസ്തുവിന്റെ ഭവനത്തിലേക്ക് യോജിക്കുകയാണ്, ആത്മീക ആയുധം അണിയുകയാണ്. ഇപ്പൊ ഈ ലോകത്തില് ജീവിക്കുമ്പം മാമോദിസയുടെ റൂഷ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പവർഫുൾ പ്രൊട്ടക്ഷനാണ്. ഒരു വലിയ ദൈവിക സംരക്ഷണത്തിലൂടെ തന്നെ കയറുക. അതെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, എന്നെ മാമോദിസായാൽ ആത്മീകായുധം അണിയിച്ചു. വിവാഹ ശുശ്രൂഷയിൽ ഒരു പാട്ടുണ്ട്, കേട്ട പാട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു പാട്ടുണ്ട്, എന്നെ മാമോദിസായാൽ ആത്മീകായുധം അണിയിച്ചു. അപ്പം ഈ മിസ്റ്റിക് ഫാക്ടർ വെച്ചോണ്ടായിരിക്കും ഈ ഓൾഡ് ടെസ്റ്റ്മെന്റില് ഈ പറയുന്ന കാര്യങ്ങൾ. ഇപ്പം നോഹയുടെ പെട്ടകത്തിൽ സ്നാനത്തിന് മുൻകുറി എന്ന് പറയുന്ന, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പം സോളാ സ്ക്രിപ്ചർ ആയതുകൊണ്ടോ ഒന്നും വിചാരിക്കരുത്, ഞാനൊന്ന് വായിക്കട്ടെ. പത്രോസിലെ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പോലും വായിക്കാം. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ അവൻ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയാനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയിലുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ സ്നാനത്തിന് മുൻകുറി എന്ന് പറയുന്നത് ഈ
പെട്ടകത്തിലൂടെ നോഹയുടെ കാലത്ത് 8 പേർ രക്ഷപ്പെട്ടതിനെ പറ്റിയാണ് പറയുന്നത്. ഈ 8 പേരുടെ കാല് പോലും വെള്ളത്തിൽ തൊട്ടിട്ടില്ല. അതാണ്. അപ്പം അപ്പൊ ആ ചടങ്ങിലല്ല കാര്യം. അപ്പൊ നോഹയപ്പച്ചന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായപ്പം ഷേം, ഹാം, യാഫേത്ത് അല്ലെ, അവരുടെ 3 മക്കളും മരുമക്കളും കൂടെ പെട്ടകത്തിൽ കയറുന്നു. നോഹയപ്പച്ചനും വലിയ ഭാര്യ ഉണ്ടായിരുന്നു. 8 പേര്, 6 2 8 പേര് പെട്ടകത്തിൽ കയറുന്നു. അത് സ്നാനത്തിന്റെ മുൻകുറി എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. പക്ഷെ അവിടെ സ്നാനത്തിന്റെ മുൻകുറി എന്ന് പറഞ്ഞാൽ ദൈവിക അംഗീകാരത്തോടു കൂടി ഒരു സ്നാനമായി നടക്കുന്നത്. ഓക്കെ. അപ്പൊ ആ സ്നാനം നടക്കുമ്പോൾ ദൈവത്തിന്റെ മെസ്സേജ്, ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ അപ്രൂവൽ, ഇതൊക്കെ ഉള്ളവര് ആ സ്നാനത്തിലൂടെ രക്ഷ പ്രാപിക്കുമ്പോൾ അതില്ലാത്ത ആളുകളും സ്നാനപ്പെടുന്നുണ്ട്. പക്ഷെ അവരെല്ലാം നശിച്ചു പോവുക. അവര് വെള്ളത്തിലായിപ്പോയി. അവർ ശരിക്കും സ്നാനപ്പെട്ടു, പക്ഷെ രക്ഷ കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് ഫറവോനും കൂട്ടരും ശരിക്കും സ്നാനപ്പെട്ടു, പക്ഷെ ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തൂടെ പോയി. ഓക്കെ. ഞാൻ PSC ബൈബിളിൽ നിന്ന് വാക്യം ഒന്ന് വായിക്കും. ഈ മുൻകുറി മാറിയിട്ട് ചിലപ്പോൾ ഇച്ചിരി നല്ലതായിട്ട് കിട്ടുമായിരിക്കും. അതിന്റെ സാദൃശ്യത്തിലാണ് ജ്ഞാനസ്നാനം ഇപ്പോൾ നമ്മെ രക്ഷിക്കുന്നു. അത് ശരീരത്തിന്റെ അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെടുമ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്നത് 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിന്റെ സാദൃശ്യമുള്ള ജലസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അതിന്റെ സാദൃശ്യമുള്ള ജലസ്നാനം ഇപ്പോൾ രക്ഷിക്കുന്നു. ഇത് ഞാൻ വേണേ ഈ യാക്കോബക്കാരുടെ ബൈബിളിൽ നിന്ന് വായിക്കാം. പണ്ട് നോഹിന്റെ കാലത്ത് അവരുടെ അനുതാപത്തിലുള്ള പ്രത്യാശ നിമിത്തം പെട്ടകം ഉണ്ടാകണം എന്ന് ദൈവത്തിന്റെ ദീർഘക്ഷമ കൽപ്പിച്ചതിനെ അനുസരിക്കാതിരുന്നവരും പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നതുമായ ആത്മാക്കളോട് താൻ പ്രസംഗിക്കുകയും ചെയ്തു. ആ പെട്ടകത്തിൽ 8 ആളുകൾ മാത്രമാണ് പ്രവേശിച്ചതും വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചതും. അതിന് സദൃശ്യമായി നിങ്ങളും മാമോദിസ മൂലം രക്ഷ പ്രാപിക്കുന്നു. ഭയങ്കര, അതിന് സദൃശ്യമായി. ഇത് വിശുദ്ധ ഗ്രന്ഥം. എല്ലാരും ശ്രദ്ധിക്കുക. ഇത് വന്യ കണിയാമ്പറമ്പിൽ കോറപ്പിസ്കോപ്പ സുറിയാനി ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്ത പുസ്തകമാണ്. ചീത്തോ സുറിയാനിയിൽ നിന്ന്. ഇത് ആൻഡ്രോയിഡ്, iOS, ആപ്പ് സ്റ്റോറുകളിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് സ്റ്റോറിൽ എന്നാ പേര്? വിശുദ്ധ ഗ്രന്ഥം. ശരി, തീരുമാനമായി. അപ്പം അവിടെ നോഹയുടെ കാലത്ത്, നോഹയുടെ വെള്ളപ്പൊക്ക സമയത്ത് ഈ 8 പേരുടെ കാല് പോലും വെള്ളത്തിൽ മുട്ടിയിട്ടില്ല. 8 പേരെ മുക്കാൻ സ്നാപകൻ അവിടെ ഇല്ല. മുങ്ങാൻ സ്ഥാനാർത്ഥികൾ റെഡിയായിരുന്നാലും മുക്കാൻ സ്നാപകൻ അവിടെ ഇല്ല. 8 പേര് പക്ഷേ അത് സ്നാനത്തിന്റെ മുൻകുറിയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ അവിടെ ഈ മിസ്റ്റിക്കൽ ഫാക്ടർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? മിസ്റ്റിക്കൽ ഫാക്ടറാണ് അത്. നമ്മൾ ഈ പലപ്പോഴും ഈ മിസ്റ്റിസിസത്തിൽ അത് പോകുന്ന ആളുകൾക്ക് അതിന്റെ ആ മിസ്റ്റിക് റിയാലിറ്റി മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ഒരു പ്രളയം വന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഈ തളി കുളിയുടെ തമ്മിലടിയേക്കാൾ ഉപരിയായിട്ട് ഈ മാർമിക രഹസ്യങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും മനുഷ്യർ ഡിസ്കസ് ചെയ്യുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യേണ്ടത് അല്ലെ? ഇപ്പം മിസ്റ്റിസിസത്തിന് സജിത്ത് നല്ല വാക്ക് ഉണ്ടോന്നല്ലോ. എന്നാണ് മാർമിക രഹസ്യം? മാർമിക രഹസ്യം. അപ്പം അതിന് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ, ഇപ്പം ഷിംഷാൻ ബ്രിങ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇത് മനസ്സിലാക്കിയാൽ ഈ പറയുന്ന നീ പോത്തിനെ കുളിപ്പിക്കുന്നിടത്താണോ സ്നാനം എടുത്തേ, അല്ലെ നീ ഒഴുക്കുവെള്ളത്തിലാണോ സ്നാനം എടുത്തേ, അല്ലെ നീ നദിയിലാണോ സ്നാനം എടുത്തേ, അല്ലെ നീ ജയിലിലായിരുന്നപ്പം നിന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു, ഞാനും എൻ്റെ സുഹൃത്തും സൗദി അറേബ്യയിലെ ജയിലിലായിരുന്നു, അവിടെ വെച്ച് അവനോട് സുവിശേഷം പറഞ്ഞു, അവിടെ വെച്ച് മാമോദീസ അവന് നൽകി, ആ മാമോദീസ ദൈവം അംഗീകരിക്കുമെന്ന്. അപ്പൊ ഞാൻ കാനോനിക ഗ്രന്ഥം ജസ്റ്റ് നോക്കിയപ്പം അതിനകത്ത് ഇങ്ങനത്തെ ചില ഘട്ടങ്ങളിലുള്ള വീട്ടുമാമോദിസകളുടെ ഒരു വിശദീകരണം കണ്ടു. വീട്ടുമാമോദിസകള് അങ്ങനെയുള്ള ചില സമയങ്ങളിൽ ചെയ്ത വീട്ടുമാമോദിസകളുടെ. അപ്പൊ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു അത് ദൈവം അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഷീറ്റാന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തില് ഈ എന്റെ ഒരു സ്നേഹിതനുണ്ട്, തമിഴനാ, അദ്ദേഹത്തിന്റെ പേര് എബനേസർ എന്നാ. ഒത്തിരി വർഷം മുമ്പ് തമിഴ്നാട്ടിൽ വെച്ചുള്ള പരിചയമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാദർ മിലിറ്ററിയിലായിരുന്നു, കാശ്മീരിൽ. അപ്പൊ അദ്ദേഹം സുവിശേഷം കേട്ട് ഇങ്ങനെ സ്നാനപ്പെടാൻ വേണ്ടി ഇവർ 5-6 പേര് പോയി. അപ്പം
കാശ്മീരിലെ ഈ തടാകത്തിലായിരുന്നു സ്നാനം. ഈ ഭയങ്കര തണുപ്പല്ലേ, അപ്പൊ മുകളിലത്തെ ഐസ് തല്ലി പൊട്ടിച്ചിട്ടാണ് വെള്ളം ഉണ്ടാക്കിയിട്ട് മുങ്ങുന്നത്. അപ്പം ഒരാൾ മുങ്ങി അയാളുടെ പരാക്രമം കണ്ടാണ്ട് ബാക്കി ഇവർ 5 പേരും സ്നാനപ്പെടുന്നില്ലെന്ന് ഞോടി മാറി, കാരണം അത്രയും തണുപ്പത്തിൽ ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാശ്മീരിൽ ഒരു അറ്റാക്കിൽ അയാൾ കൊല്ലപ്പെട്ടു, സ്നാനപ്പെടാൻ പറ്റി. അദ്ദേഹം നരകത്തിൽ പോകുന്നതാണ് ഇവൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്നെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വർഷം മുമ്പാ. അപ്പൊ ഞാനും പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കാര്യം നോക്കാന്ന് പറഞ്ഞു, കാരണം എനിക്കറിയത്തില്ല. അന്ന് നമുക്ക് ഈ മതഭ്രാന്ത് മൂത്ത് നിൽക്കുന്ന സമയമല്ലേ. ഞാനും പറഞ്ഞു കാരണം അന്ന് ആ തണുപ്പായിരുന്നില്ല, അദ്ദേഹം ഒന്ന് ചാടിയിരുന്നെങ്കിൽ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതാണ്ട് പെട്ടകത്തിനകത്ത് ഇരുന്നവര് അവരിതാണ്ട് സ്നാനത്തിന് മുൻകൂറിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്, സ്നാനത്തിന്റെ സദൃശമാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം മുഴുവൻ നനയാത്ത. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഒരിടത്തൊരു സ്നാനം നടക്കുന്ന സമയത്ത് ഈ സ്നാനപ്പെട്ട ആൾക്ക് പൊക്കം കൂടുതലായിരുന്നുണ്ട്, അയാളുടെ ഈ നെറ്റിയുടെ ഈ ഭാഗം മുങ്ങിയില്ല. ഈ ഫോർഹെഡിൽ ഇത്രയും ഭാഗം, ഒരു പപ്പടത്തേക്കാൾ ചെറിയൊരു ഭാഗം മുങ്ങിയില്ല. പിന്നെ അത് വലിയ വിഷയമായി. അവസാനം വീഡിയോ വെച്ച് റീപ്ലേ ചെയ്ത് അത് മുങ്ങിയില്ലെന്ന് ഉറപ്പുവരുത്തി വീണ്ടും പൂർണ്ണമായിട്ട് മുക്കി വേറെ ദിവസം. അപ്പൊ ഈ എന്താ പറയണ്ടേ, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോയി ഈ വലിയ അപൂർവ രഹസ്യങ്ങളെ എന്ത് ചെയ്യാണ്, തൃണവൽക്കരിക്കുകയാണ് അല്ലേ? അതെ അതെ, അതൊരു വലിയ പ്രശ്നം തന്നെയായിട്ട് നമുക്കിവിടെ ഈ കേൾവിക്കാര് 328 പേര് ലൈവിൽ ജോയിൻ ചെയ്യുന്നു. അവരെല്ലാവരും ചിന്തിക്കണം എന്നുള്ളതാണ് ഇപ്പൊ പറയാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് അവിടെ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിൽ നിന്നും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. അപ്പം 1 കൊരിന്ത്യർ 10:2 ആ സ്നാനത്തിനകത്ത് ഈ ചെങ്കടല് കീറി വരുന്ന കാര്യമാണല്ലോ ഈ പറയുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ ചെങ്കടല് കീറി വരുമ്പോ അവർ ഉണങ്ങിയ നിലത്തൂടെയാണ് എന്ത് ചെയ്തത്, കരയണഞ്ഞത്. അതെ അതെ, അവർ ഉണങ്ങിയ നിലത്തൂടെ കടന്ന്, കാരണം രാത്രി മുഴുവൻ കാറ്റടിച്ച കടലിന്റെ അടിത്തട്ടിന് ഉണക്കിയെന്ന്. അപ്പം മേളിൽ മേഘവും താഴെ ഉണങ്ങിയ സമുദ്രവും, ഇങ്ങനെ കടന്നുപോയവര് എന്ത് ചെയ്തു, സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു. അപ്പൊ അവിടെ വെള്ളം നനഞ്ഞിട്ടില്ല, വെള്ളം വഹിക്കുന്ന മേഘം മേളിലുണ്ടായിരുന്നു, വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന. അപ്പം ആക്ഷരികമായിട്ട് സ്നാനമേറ്റ് ഫറവോനും കൂട്ടുരുവാ. അവരാകുമ്പോ മുങ്ങിപ്പോയി, നല്ലപോലെ സ്നാനപ്പെട്ടു, വെള്ളം അടിച്ചെടുത്തോണ്ട് പോയി. അതെ അതെ. അപ്പൊ നോഹയുടെ കാലത്താണെങ്കിലും നല്ല സ്നാനം നടത്തിയവര് നശിച്ചുപോയി. ഈ നോഹയുടെ കാലത്താണേലും മോശയുടെ കാലത്താണേലും നല്ല സ്നാനം നടത്തിയവർ നശിച്ചുപോയി. കേക്കാവോ? കേക്കാം. പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി, എന്തോ ഒന്ന് സ്ട്രക്കായി. സജിത്തിന് വോളിയം കുറവാന്ന് പലരും എഴുതുന്നുണ്ട്. വോളിയം കുറവാണോ? കൂട്ടാൻ വല്ല മാർഗം ഉണ്ടോ അവിടെ? അവിടെ വല്ല മാർഗം ഉണ്ടോ കൂട്ടാൻ? ഇപ്പൊ നമ്മൾ 3 പേരായിട്ടാ വന്നിരിക്കുന്നത്, ഇതാണ്ടോ? പലരും എഴുതുന്നുണ്ട്. ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടോ? ഒന്ന് ലൈവ് ചെക്ക് ചെയ്ത്, മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്ത് വോളിയം ഉണ്ടോ നോക്കി. ഓക്കെ. അപ്പം അപ്പൊ ഈ പറയുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്ന ഈ സ്നാനമേറ്റ് എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പൊ ഈ സ്നാനത്തിനകത്ത് ശരിക്കും വെള്ളം തൊട്ടിട്ടില്ല അല്ലെ? വെള്ളം തൊട്ടിട്ടില്ല.
അപ്പൊ ഈ സ്നാനം ഇത് ശരിക്കും ഒരു മിസ്റ്റിക്കൽ സംഭവമായിട്ട് തന്നെയാണ് ഈ നോഹയുടെ കാര്യം പറയുമ്പോഴും മോശയുടെ കാര്യം പറയുമ്പോഴും വിശദീകരിക്കുന്നത്, അല്ലെ? അതെ, അതെല്ലാം മിസ്റ്റിക് തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ അതിനെ ഒരു ഭൗതികമായിട്ട് വെള്ളത്തിൽ പോയി മുങ്ങുമ്പോൾ രക്ഷ കിട്ടും എന്നല്ലെങ്കിൽ തന്നെ നിങ്ങൾ സ്നാനപ്പെട്ടോ എന്നൊക്കെ പോയി ചോദിക്കും. നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് സ്നാനപ്പെട്ടത്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇന്നത്തെ ഈ ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും. കേവലം ഒരു കർമാചാരത്തിനപ്പുറത്ത് ഇതൊരു മർമ്മമാണ്, ഇതൊരു വലിയ മാർമികമായ, ഇത് കൂദാശയാണ്. അത് നമ്മൾ ആ വാക്ക ഉപയോഗിക്കണ്ടേ, ഇത് കൂദാശയാണ്. അപ്പൊ ഇത് കൂദാശയായിരിക്കുന്ന പരിശുദ്ധമായ ഈ കൂദാശയെ വെറും കേവലം ചടങ്ങായിട്ട്, മതപ്രവേശന ചടങ്ങെന്ന നിലയ്ക്കാണ് അവരതിനെ കാണുന്നത്. ഓക്കെ, അപ്പം ഇത് ഇപ്പൊ ഇത്രയും സമയം സംസാരിച്ചത് ഒന്ന് ക്രോഡീകരിച്ചാല്, ഈ മിസ്റ്റിക് ഫാക്ടർ ആണ് എനിക്ക് തോന്നുന്നു ഈ ഓർഡറിനെക്കാട്ടിലും, ഈ കൂദാശയുടെ ഓർഡറിനെക്കാട്ടിലും, ഈ കൂദാശ നടത്തുന്ന വ്യക്തിയെക്കാട്ടിലും, നടത്തുന്ന സ്ഥലത്തെക്കാട്ടിലും എല്ലാം ഏറ്റവും അമൂല്യമായത് ഇതിൻ്റെ അകത്ത് ഈ ഒരു മാർമികമായ വശമാണ് എന്നുള്ളതാണ്. അതെ അതെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ലിറ്ററലി ഇത് ഈ റോമൻ 6 വരുമ്പോ ഇത് ഭയങ്കരമായിട്ട് ഇത് വിശദീകരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് വായിച്ചാല് റോമൻ 6:3 ആദ്യം പറയുന്നത് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം. അപ്പം സ്നാനത്തിലൂടെ യേശുവിനോട് ചേരുകയാണ്. അതിനകത്ത് വേറൊരു വലിയൊരു പോയിന്റ് ഞാൻ പറയാം. ഇപ്പൊ റോമാലേഖനം വായിക്കണമെങ്കിൽ ആർക്കാ വായിക്കാൻ പറ്റുന്നത്? പിള്ളേർക്ക് വായിക്കാൻ പറ്റുമോ? പിള്ളേർക്ക് വായിക്കാൻ പറ്റും, പക്ഷെ ഒന്നും കാര്യമായിട്ട് മനസ്സിലാകത്തില്ല. അങ്ങനെയല്ല, പിള്ളേർ വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്ന് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുന്നു ഈ സ്നാനപ്പെടാത്ത പിള്ളേർ? ഗലാത്യ ലേഖനം അവർക്ക് വായിക്കാൻ പറ്റത്തില്ല, കാരണം യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ ഗലാത്യ ലേഖനം റോമാലേഖനം ഒന്നും പിള്ളേർക്ക് ബാധകമല്ലെന്ന് പ്രഖ്യാപിക്കണം. ഈ പിള്ളേരെ സ്നാനപ്പെടുത്തുന്നില്ലേ ഉള്ള കുഴപ്പം ഇത്. പിള്ളേരെ സ്നാനപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ഇത് വായിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളെന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് അവർ ഉൾപ്പെടുന്നില്ല. അതെ, സ്നാനപ്പെട്ടവരോടാണല്ലോ ആ ലേഖനം സംസാരിക്കുന്നത്. അതെ അതെ അതെ, സ്നാനമേറ്റവരായ നാം. അപ്പൊ ബൈബിളിൽ നിന്ന് കുഞ്ഞുങ്ങൾ അന്യപ്പെടുത്തുക, സ്നാനമേറ്റവരായ നാം, സ്നാനപ്പെട്ടവരായ നാം, അവർക്ക് വേണ്ടിയുള്ളത് ലേഖനം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തരുന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പം മരണത്തിലെ പങ്കാളിത്തം യേശുവിനോട് കൂടെ കുഴിച്ചിടുന്നു. ക്രിസ്തു പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ, എന്നിട്ട് മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായ നാം അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ശരിക്കും അങ്ങ് പോവാണ്. ഇത് ഒരു സാധാരണ ഒരു കർമ്മം കൊണ്ടോ ഒരു കുളി കൊണ്ടോ നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇതിനകത്തെ മാർമിക യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നത്. ഇത്രയും സംഭവങ്ങളാണ് യേശുവിന്റെ പുനരുത്ഥാനത്തോടുള്ള ജോയിനിങ് അവിടെ നടക്കുന്നത്. ജീവന്റെ പുതുക്കത്തോടുള്ള ജോയിനിങ് അവിടെ നടക്കുന്നത്. മരണത്തിലുള്ള പങ്കാളിത്തമാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിന്റെ അകത്തല്ല. യേശുവിന്റെ ഡെത്തിനകത്ത് പോയി ഒരു പാർട്ടിസിപ്പന്റ് ആവുക. അതെ, അതിനകത്ത് ഇപ്പം നമ്മൾ കർത്താവിന്റെ ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പം ഒരു ഒബ്ജക്ഷൻ വരാറുണ്ട്. കർത്താവിന്റെ ബലി ഒരിക്കലേ ഉള്ളൂ, അതെങ്ങനെയാ റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യം വരും. അല്ല, നമ്മൾ അടുത്ത ദിവസം സംസാരിക്കുമല്ലോ. അല്ല, അത് വരും. അപ്പൊ ഈ സ്നാനമാണേലും കർത്താവിന്റെ ക്രൂശ് മരണം ഒരിക്കലല്ലേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ആ മരണത്തോട് എങ്ങനെയാ പോയി യോജിക്കുന്നത് സ്നാനത്തിൽ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാ. അപ്പൊ മരണം ഒരിക്കലുള്ളെങ്കിൽ ആ മരണത്തോട് പോയി എങ്ങനെ യോജിക്കുന്നു? അപ്പൊ അതുപോലെ തന്നെയാ ദിവ്യബലി. ഇത് കംപ്ലീറ്റ് ടൈം ഫ്രെയിമിന് പുറത്തേക്ക്, അതായത് ദൈവം എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രെയിമിലേക്ക് പോയിട്ടാണ് ഈ പറയുന്ന സംഭവത്തിൽ മെർജ്ഡ് ആവുന്നത്. അതെ അതെ, ദൈവം ഒരിക്കലും നമ്മുടെ ഈ 3D അതായത് 3 ഡയമെൻഷണൽ വേൾഡിൽ അല്ല നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, ഹി ഈസ് ബിയോണ്ട് 3 ഡയമെൻഷണൽ വേൾഡ്. അപ്പൊ 3 ഡയമെൻഷനും 5 സെൻസിനും നമ്മൾ ബൗണ്ടഡ് ബൈ 3 ഡയമെൻഷൻസ് ആൻഡ് 5 സെൻസസ്. അപ്പൊ 3 ഡയമെൻഷനും 5 ഇന്ദ്രിയങ്ങളും നമ്മളെ അതിന്റെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്.
സാധാരണ ഒരു മനുഷ്യന് 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തൊന്നുമില്ല, 3 ഡയമെൻഷൻ അപ്പുറത്തൊന്നുമില്ല. പക്ഷെ ഗോഡ് ഈസ് ബിയോണ്ട് 3 ഡയമെൻഷൻ ആൻഡ് ഗോഡ് ഈസ് ബിയോണ്ട് 5 സെൻസസ്. അപ്പൊ അവിടെയാണ് മിസ്റ്റിസിസം വരുന്നത്, അവിടെയാണ് സാക്രമെന്റിന്റെ പ്രസക്തി വരുന്നത്. അപ്പൊ ഈ സാക്രമെന്റ് നമ്മളെ അങ്ങോട്ടാ കൊണ്ടുവരുന്നത്. ബിയോണ്ട് 3 ഡയമെൻഷണൽ വേൾഡ്, ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് 5 സെൻസസ്. അത് വളരെ ഒരു ഉൾക്കാഴ്ചയാണ്. ഈവൻ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം വലിയൊരു ഉൾക്കാഴ്ചയായിട്ട് അത് ഹൃദയത്തിൽ പ്രകാശിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയുടെ മാമോദിസം മാത്രമേ ആ തരത്തിലാകുമ്പോൾ വാലിഡ് ആകത്തുള്ളൂ. ഓക്കെ, അത് മറ്റുള്ളത് എന്തുകൊണ്ട് വാലിഡ് അല്ല? മറ്റുള്ള പല കാര്യങ്ങളാൽ വാലിഡ് അല്ല. ഒന്നാമത് അയക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓർഡൈൻഡ് അല്ല എന്ന അർത്ഥമാണോ ഉദ്ദേശിക്കുന്നത്? ഓർഡൈൻഡ് അല്ലെന്ന് പറഞ്ഞപ്പോ ഈ പുസ്തകം ഒരാൾ എടുത്ത് വായിച്ചിട്ട് എന്നാൽ ഇന്ന് തൊട്ട് സ്നാനം നടത്തിയേക്കാൻ തീരുമാനിക്കുമ്പോൾ അയാൾക്ക് എന്താണ് ഓതന്റിസിറ്റി, ഇയാൾ എങ്ങനെയാണ് ഈ ക്രിസ്തുവിനോട് കണക്റ്റഡ് ആകുന്നത്? അല്ല, അപ്പൊ അതിനാണ് ഈ ഡിനോമിനേഷൻ ചർച്ചകളിലൊക്കെ there are several stages അല്ലേ? ഇപ്പം സെമിനാരി പഠിക്കുന്ന ഒരാള് സെമിനാരി പഠിച്ചു കഴിഞ്ഞ് ക്രെഡൻഷ്യൽ കിട്ടുന്നു, ക്രെഡൻഷ്യൽ കഴിഞ്ഞ് ലൈസൻസ് ടു പ്രീച്ച് കിട്ടുന്നു, ലൈസൻസ് ടു പ്രീച്ച് കഴിഞ്ഞ് ഓർഡിനേഷൻ കിട്ടുന്നു. ഓർഡിനേഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഓർഡിനേഷന്റെ എക്സാം, ഇപ്പൊ ഞാൻ ഈ പ്രൊട്ടസ്റ്റന്റ് പശ്ചാത്തലത്തിലുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ പറയുന്നത്. അല്ല, ഈ ഓർഡിനേഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ ഓർഡിനേഷൻ ആര് കൊടുക്കുന്നു? അത് കൊടുക്കുന്നത് ഇപ്പം സൂപ്രണ്ടോ അല്ലെങ്കിൽ പ്രസിഡന്റോ ചെയർമാനോ. അല്ല, ദൈവത്തിന്റെ സഭയ്ക്ക് സൂപ്രണ്ട് ഉള്ളതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ലല്ലോ. സൂപ്രണ്ട് ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഞാനിപ്പോ ഈ പെന്തക്കോസ്റ്റിൽ നിന്ന് മാറുന്നതിന് മുമ്പ് ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ബന്ധപ്പെട്ട പ്രവർത്തിച്ചു. അപ്പൊ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഇതനുസരിച്ച് പ്രസ്ബിറ്റർ ഉണ്ട്, പാസ്റ്റർ ഉണ്ട്, പ്രസ്ബിറ്റർ ഉണ്ട്, പിന്നെ അതിന്റെ മേളിൽ സൂപ്രണ്ടാണ്. ഞങ്ങൾക്കൊക്കെ അവിടെ റബ്ബർ തോട്ടത്തിലൊക്കെ സൂപ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ പള്ളിയിൽ സൂപ്രണ്ട് തോട്ടത്തിൽ. ഞാൻ ആ ഒരു ഇതിൽ എന്റെ കാര്യത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഇപ്പൊ അത് വേറെ രീതിയിൽ അതിനെ കാണണ്ട. ഞാൻ കളിയാക്കല്ല. ഞാനിപ്പോ ചിന്തിക്കുന്നത്, ഞങ്ങളിപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തായിരുന്നെങ്കിൽ പിന്നെ തോട്ടം സൂപ്രണ്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, തോട്ടത്തിലെ സൂപ്രണ്ട്, പിന്നെ ആശുപത്രി സൂപ്രണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ സൂപ്രണ്ടോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് പേരിൽ അറിയപ്പെട്ടോട്ടെ. അല്ല, ഓവർസിയർ, ചർച്ച് ഓഫ് ഗോഡിലാണ് ഓവർസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഓവർസിയർ വരുന്നത്. ഇത് ഈ പിന്നെ ബൈബിളിൽ നോക്കിയിട്ട് നമ്മള് എന്തെങ്കിലും ആട്ടെ, പക്ഷെ അവർക്ക് എവിടുന്ന് അധികാരം കിട്ടിയെന്നുള്ളൊരു പോയിന്റ്. അല്ല, അപ്പൊ ഈ സൂപ്രണ്ടിന്റെ പിന്തുടർച്ചക്കാര് സൂപ്രണ്ടിന്റെ കൈവപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാലോ? അപ്പൊ പുറകോട്ട് നമ്മൾ പോയാൽ എവിടം വരെ ചെല്ലും? പുറകോട്ട് നമ്മൾ പോയാൽ അസൂസ സ്ട്രീറ്റ് വരെ പോകും. അപ്പൊ വഴിയാധാരാവും. അല്ല, അസൂസ സ്ട്രീറ്റ് വരെ പോകും. 1912 വില്യം ചാപ്മാൻ. വഴിയാധാരാവുന്നു. അല്ല, വില്യം ചാപ്മാന് പരിശുദ്ധാത്മാവ് നേരിട്ട് ഓർഡിനേഷൻ കൊടുത്തു. അപ്പൊ എന്താ കുഴപ്പം? ആർക്കാ കൊടുത്തേ? സെയ്മൂറിനല്ലേ? വില്യം സെയ്മൂർ, അസൂസ സ്ട്രീറ്റിലെ ആള് സെയ്മൂറാണ്. അത് ചാപ്മാനോ സെയ്മൂറോ ആരെങ്കിലും ആട്ടെ, വില്യം സെയ്മൂർ. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് നേരിട്ട് ഓർഡിനേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കുഴപ്പം? ഒരു കുഴപ്പമില്ല, പക്ഷേ ബൈബിൾ എടുക്കാൻ പറ്റത്തില്ല. അത് എവിടെ ബാക്കിയുള്ളത്? അങ്ങനെ പറയാൻ പറ്റില്ല. എവിടെ? അല്ല, അപ്പം തൊട്ട് സെയ്മൂറിന്റെ ആ കാര്യത്തിൽ അന്തസ് കാണിക്കുന്നത് ഇവരാണ്, നമ്മുടെ വില്യം ബ്രാൻഹാമിന്റെ അനുയായികൾ. അവർ ബൈബിൾ വായിക്കത്തില്ല, പുള്ളിയുടെ പുസ്തകം വായിക്കത്തുള്ളൂ. അത് ഡീസന്റാ. ഇപ്പം പൗലോസ്, ഇപ്പം ഈ ഓർഡിനേഷൻ എന്ന് പറയുന്ന വിഷയം ശരിക്കും നമ്മൾ സംസാരിക്കേണ്ടത് തന്നെ ഒരു വിഷയമാണ്. ഇപ്പൊ പൗലോസ് എന്ന് പറയുന്ന ആള് യേശുവിന്റെ ഡയറക്റ്റ് ഡിസൈപ്പിൾസിൽ വരുന്ന ആളല്ലല്ലോ. അല്ല. അപ്പൊ പൗലോസിനെ കർത്താവ് വിളിക്കുന്നു. അപ്പൊ പൗലോസിന്റെ ഓർഡിനേഷൻ ആക്ട്സ് ചാപ്റ്റർ 13 കൈവച്ച അപ്പോസ്തലന്മാർ അയക്കുന്നെന്ന് പറയുമായിരിക്കും അല്ലെ? അത് തന്നെയല്ല. ഗലാത്യ ലേഖനത്തിൽ ഇത് ആദ്യം പൗലൂസ് കുറച്ച് മുഷ്ക് കാണിച്ചു. പൗലൂസ് എനിക്ക് നേരിട്ട് വെളിപ്പാട് കിട്ടി, അതുകൊണ്ട് ഞാൻ കേഫാവിനൊന്നും പരിചയപ്പെടാൻ പോയില്ലെന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പൗലൂസ് എഴുതി കേഫാവ് എനിക്ക് കൂട്ടായ്മയുടെ വലങ്കൈ തന്നെന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ പോയി പത്രോസിന്റെ കൈവപ്പ് മേടിച്ചു. ഞാൻ ജഡരക്തങ്ങളിൽ നിന്നൊന്നും പ്രാപിച്ചിട്ടില്ല. ഇല്ല, അതൊക്കെ ആദ്യത്തെ ഒരു ചാട്ടമായിരുന്നു. അത് കഴിഞ്ഞ് പറയുകയാണ് ഞാൻ പോയി കേഫാവിന്റെ എനിക്ക് കൂട്ടായ്മയുടെ വലങ്കൈ കിട്ടി.
മാത്രമല്ല ആക്സ് ചാപ്റ്റർ 13 അപ്പോസ്തലന്മാരാണല്ലോ പുള്ളിക്കാരനെ ഇത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അന്ത്യോക്യ സഭയിൽ നിന്നാണ് പുള്ളി അയക്കപ്പെടുന്നത്. അന്ത്യോക്യ സഭയുടെ മിഷണറി ആയിരുന്നു. അന്ത്യോക്യ സഭയിൽ നിന്നായിരുന്നല്ലോ അപ്പോസ്തലന്മാരെ കൈവച്ച് അയക്കുന്നത്. അതെ. അപ്പൊ ആ ഒരു ഓർഡിനേഷന്റെ ഓർഡർ ഇങ്ങനെ നമുക്കിപ്പം പൗലോസിൽ നിന്ന് അടുത്ത തീമത്തിയോസിന്റെ ജനറേഷൻ, അങ്ങനെ ഒരു ഓർഡർ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ ആ ഓർഡറിൽ ഞാൻ ചോദിക്കുന്നത്, ആ ഓർഡറിൽ എങ്ങനെയാണ് ഇപ്പൊ ഈ ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളെ തന്നെ ഇപ്പൊ മെയിൻ സ്ട്രീമിൽ തന്നെ ഇപ്പം യാക്കോബായ, ഓർത്തഡോക്സ് അല്ലെങ്കിൽ കാത്തലിക്, അപ്പൊ ആ പിരിവ് എങ്ങനെയാ വരുന്നത്? മറ്റ് 60,000 പിരിവ് അവിടെ നിൽക്കട്ടെ, ഈ മെയിൻ പിരിവുകൾ എങ്ങനെയാ വരുന്നത് ഞാൻ ചോദിക്കും. മെയിൻ പിരിവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യമകാലത്ത് 3 അധ്യക്ഷന്മാരായിരുന്നു സഭയ്ക്കുണ്ടായിരുന്നത്. അത് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം. ഈ 3 പാട്രിയാർക്കുകളായിരുന്നു. 3 പാട്രിയാർക്കുകളായിരുന്നു. അതായിരുന്നു ഒറിജിനൽ ഏൻഷ്യൻ ചർച്ച്, ഏർലി ചർച്ച്. അങ്ങനെയാണ്. അത് ട്രിനിറ്റിയുടെ റിഫ്ലക്ഷൻ ആയിട്ട് അവർ വെച്ചിരുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ആരും വലുതല്ല. എവിടെയൊക്കെയായിരുന്നു? അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം. നിക്കാ സുന്നോദോസ് കൂടുമ്പോ 3-ാം നൂറ്റാണ്ടിലാണോ? 2-3 നൂറ്റാണ്ടിലൊക്കെ. അപ്പൊ 4-ാം നൂറ്റാണ്ടിലാണല്ലോ നിക്കാ സുന്നോദോസ് കൂടുന്നത്. 3-ാം നൂറ്റാണ്ടിലല്ലേ നിക്കാ സുന്നോദോസ്? അല്ല, AD 325 എന്ന് പറയുമ്പോ 4-ാം നൂറ്റാണ്ടാ. അതായത് AD 100 വരെയല്ലോ 1-ാം നൂറ്റാണ്ട്. 100 തൊട്ട് 200 വരെ 2-ാം നൂറ്റാണ്ട്. 200 തൊട്ട് 300 വരെ. അപ്പൊ ഈ 3-ാം നൂറ്റാണ്ട് വരെ സഭ നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇതിന്റെ അകത്ത് ഈ മർമ്മം മഹദിയാം ബാബിലോൺ ആയിപ്പോയി, റോമമതമായിട്ട് ലയിച്ചു, അങ്ങനെ പ്രശ്നമെല്ലാം ഉണ്ടായി. അല്ല, അത് ചുമ്മാ നമ്മുടെ ഈ പുള്ളി എഴുതുക. ഇതിന് ഞാൻ വിശദീകരണം കൊടുക്കുന്നുണ്ട്, വരുന്നുണ്ട്. മഹദിയാം ബാബിലോൺ ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് കത്തോലിക്ക സഭ ഇതിനെതിരെ ഒരു ലോ സൂട്ട് ഫയൽ ചെയ്താൽ മതിയായിരുന്നു. ഇത് ഇത്രയും വലിയ കീമോതെറാപ്പിയുടെ ആവശ്യമില്ല, അന്ന് ഒറ്റ റേഡിയേഷനെ തീർന്നേനെ. ഈ പുസ്തകം ഈ പുസ്തകം എഴുതിയ സമയത്ത് കത്തോലിക്ക സഭ ഒരു ലോ സൂട്ട് ഫയൽ ചെയ്തിരുന്നെങ്കിൽ കുമ്പനാട് ബംഗ്ലാവ് അടക്കം സകല സാധനവും കണ്ടുകെട്ടിപ്പോനെ. ഇല്ല, അല്ല, ഞാൻ പറഞ്ഞത് ഈ പുസ്തകം. അപ്പൊ ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ വേറെ സ്പെഷ്യൽ ലൈവ് ഇതിന് വരുന്നുണ്ട്. ഇതിന് ഒരു അടിസ്ഥാനമില്ല. അപ്പൊ ഈ പറഞ്ഞ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുറിയാനി സഭയിലെ വിശുദ്ധനാണ്, അല്ലാതെ തോന്നിയാസക്കാരനല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. കാരണം അവരൊക്കെ അവരെന്ത് കാര്യത്തിന്, എന്ത് നേട്ടത്തിന് ഇതിനു വേണ്ടി വന്നേ. ഇപ്പൊ ചില ആളുകൾ വിചാരിക്കും അലക്സാണ്ട്രിയ, അന്ത്യോക്യ, റോം ഇതെല്ലാം 3-ാം നൂറ്റാണ്ടിലേ ആകുന്നുള്ളൂ. അപ്പൊ ഈ 300 വർഷം സഭയ്ക്ക് എവിടെയായിരുന്നു അടിസ്ഥാനം? 300 വർഷം ഈ സഭ എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? 300 വർഷം അധ്യക്ഷന്മാരാൽ നടത്തപ്പെട്ടു. അപ്പോൾ തന്നെ ഈ അധ്യക്ഷന്മാരെല്ലാം കൊല്ലപ്പെടുന്ന ഒരു അതിഭയങ്കരമായ പീഡനമല്ലേ നടക്കുന്നത്. ഈ ഒരു പീഡനമല്ല, പല സ്ഥലങ്ങളിൽ ഏകദേശം 70 രാജാക്കന്മാരാണ് ക്രിസ്ത്യൻ ചർച്ചിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് സംസാരിക്കേണ്ടതിന് ആവശ്യകത ഈ ലൈവില് ചിന്തിക്കുന്നവർ ഒരു പക്ഷെ യോജിക്കുന്നുണ്ടാവും. അതിന് കാരണം എന്താണെന്ന് വെച്ചാല്, ആർക്ക് മാമോദീസ എന്ന കൂദാശ നടത്താം എന്നുള്ളതിന്റെ ഉത്തരവാണ് ഈ പറഞ്ഞു വരുന്നത്, അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ചങ്ങനാശ്ശേരി ചന്തമുക്കിൽ ഒരുത്തം നിൽക്കുകയാണ്, പച്ച ഉടുപ്പും ഒക്കെ ഇട്ട്, ഇന്ത്യൻ മിലിറ്ററിയിലോട്ട് ആളെ എടുക്കുക എന്ന് പറയുക. അപ്പൊ അവിടെ ചെന്ന് ക്യൂ ആയിട്ട് നെഞ്ചളം എടുക്കുന്നു, കാലിന്റെ നീളമൊക്കെ എടുക്കുന്നു, യു ആർ അപ്രൂവ്ഡ്, എന്നിട്ട് ലെറ്റർ കൊടുത്തു വിടുകയാണ്. കാശ്മീരിലെ പുൽവാനയിലോട്ട് പോക്കണം. ഇവൻ ഇവിടുന്ന് ട്രെയിനിൽ കയറി അവിടെ ചെന്ന് കഴിയുമ്പോ അവര് പറയാ, ഞങ്ങൾ അങ്ങനെ ഒരാളെ അയച്ചിട്ടില്ല. അപ്പൊ അവര് കൈ കഴുകും എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ നടന്ന ആളുകളെ മുക്കി യേശുവിന്റെ കൂടെ യേശു നിങ്ങളെ അയച്ചോ? ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുന്നത് കൈവപ്പിലൂടെ പിന്തുടർച്ചയായി വരുന്നതാണ്. ആ ശ്ലൈഹിക പാരമ്പര്യത്തിൽ മാത്രമേ കൂദാശകള് അനുഷ്ഠിക്കാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ഇത് കൂദാശ അല്ലെന്ന് അവർ പറഞ്ഞു വരുത്തുന്നത്. അപ്പൊ ആ കൂദാശ മാത്രമേ ദൈവികമായി വാലിഡ് ആകത്തുള്ളൂ എന്നാണ് പറയുന്നത്, അല്ലെ? പറയുന്നല്ല, അങ്ങനെയാണല്ലോ. കാരണം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമം കെട്ടവരുടെ ദൈവമല്ല, അവൻ ക്രമത്തിന്റെ ദൈവമാണ്. അപ്പം ക്രമീകൃതമായിട്ട് ഇപ്പൊ ദൈവം, അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പൊ ദൈവം പറയുവോ, ഇപ്പം അർജൻസി ഓഫ് ദി ബാപ്റ്റിസം ഒരു സൈഡിൽ നിൽക്കുന്നു, അപ്പൊ ദൈവം പറയുവോ ലൈക്ക് അവനെ അയച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുമോ? ഈ പറയുവോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ ഒരു കള്ളനോട്ട് നമ്മുടെ കയ്യിലുണ്ട്.
ഈ കള്ളനോട്ടല്ലെന്ന് വിശ്വസിക്കുന്ന, കള്ളനോട്ടാണെന്ന് അറിയുന്നവരെ നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ ശീമാട്ടി കയറി സാധനം മേടിച്ചെടുത്ത് കൊടുക്കും. പക്ഷെ ഇത് കള്ളനോട്ടാണെന്ന് അറിഞ്ഞാലോ ഒരു പടപടപ്പ് വരും. അപ്പൊ നമ്മള് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കള്ളനോട്ടാണ്, പക്ഷെ ഇത്ര നാൾ നിങ്ങൾ പലയിടത്തും കൊണ്ട് കൊടുത്തു കാണും, നാളെ ചിലപ്പം വിജയിക്കും, പക്ഷെ ഒരുപക്ഷെ പിടിക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് അറിയിക്കുക. അപ്പം അപ്പം ഈ കൗദാശികം അല്ലെങ്കിൽ കൂദാശ എന്ന് പറയുന്നത് കൗദാശികനായിട്ട് തന്നെ ചെയ്യേണ്ടതാണ് അല്ലേ? യെസ്. അപ്പൊ അതിനകത്താണ് ഈ പറയുന്ന ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ആ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൽ ഓരോ വ്യക്തിയും, ഈ ശിശുവാകട്ടെ മുതിർന്നവനായിക്കോട്ടെ, മുതിർന്ന സ്നാനവും ശിശു സ്നാനവും സഭയിലുണ്ട്. മുതിർന്ന സ്നാനം സഭയിലില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നല്ല ശതമാനം ആൾക്കാർക്കുണ്ട്. എന്നാൽ എല്ലാ സഭകളിലും മുതിർന്ന സ്നാനമുണ്ട്. ഇപ്പൊ കാത്തലിക്കിൽ മുതിർന്ന സ്നാനമുണ്ട്, ഓർത്തഡോക്സിൽ മുതിർന്ന സ്നാനമുണ്ട്, യാക്കോബസ് സഭയിൽ മുതിർന്ന സ്നാനമുണ്ട്, മർത്തോമസ് സഭയിൽ മുതിർന്ന സ്നാനമുണ്ട്. അക്രൈസ്തവരായിട്ടുള്ളവര് പ്രായമായിട്ട് വരുന്നവർക്ക് മുതിർന്ന സ്നാനം തന്നെയാണ് കൊടുക്കുന്നത് അല്ലെ? ഈ 4-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ക്ലാസ്സോട് ഇതിനോട് ചേർന്ന് വരുമ്പോൾ, ഈ 4-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയില് സഭ കൈക്കൊണ്ട ഒരു നിലപാടാണ് ഈ തളിസ്നാനം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് അല്ല, ഒരു പരിധി വരെ അതിന് ബേസും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു നിലപാട് അത് തെറ്റാണ്. കാരണം AD 60 എഴുതപ്പെട്ട ഡിഡാക്കകത്ത് തളിച്ച് സ്നാനപ്പെടുത്തുന്നത് അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഡാക്കയെ കുറിച്ചൊന്ന് പറയൂ. സാധാരണക്കാർക്ക് ഡിഡാക്കയെ പറ്റി അറിയില്ല. ഡിഡാക്ക എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ ആദിമ സഭയിൽ എങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ നടക്കുന്നത്, ഒരു പ്രവാചകൻ വന്നാൽ അവനെ എങ്ങനെ സ്വീകരിക്കണം, സ്നാനം എങ്ങനെ നടത്തണം, ഉപവാസം എന്ന് നടത്തണം, നോയമ്പ് എങ്ങനെ എടുക്കണം, ഇതൊക്കെ എഴുതിയിരുന്ന ഒരു പുസ്തകമാണ് ഡിഡാക്ക. ഈ ഡിഡാക്ക എന്ന പുസ്തകം കുവൈറ്റിൽ നിന്ന് സഹോദരന്മാർ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ലൈവിൽ ഇപ്പൊ അവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ. പറഞ്ഞു. അപ്പൊ ഡിഡാക്ക എന്ന പുസ്തകം പുതിയ നിയമ ഗ്രന്ഥത്തിൽ, പുതിയ നിയമ കാനോനിൽ ഉൾപ്പെടുത്തണമെന്നൊരു വാദം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അത്രമാത്രം ചർച്ചകളിൽ വായിക്കപ്പെട്ടിരുന്ന ഒരു പുസ്തകമാണ്. അന്ന് പുതിയ നിയമത്തില് ഉൾപ്പെടുത്താൻ വേണ്ടി ഏറ്റവും കാൻഡിഡസി കിട്ടിയ 2 പുസ്തകം, ഒന്ന് ഈ ഹെർമസിലെ ഇടയൻ എന്നൊരു പുസ്തകമാണ്. അതിപ്പോ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഷെപ്പേർഡ് ഓഫ് ഹെർമസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇറ്റ്സ് വെരി ഗുഡ് ബുക്ക്. ഹെർമാസിലെ ഇടയൻ. അപ്പൊ ഹെർമാസിലെ ഇടയനും ഡിഡാക്കയും പുതിയ നിയമത്തിൽ ചേർക്കണം എന്നുള്ളത്. പക്ഷെ ഇത് രണ്ടും എഴുതിയത് അപ്പോസ്തലന്മാരല്ലാത്തതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. പക്ഷെ അപ്പോൾ തന്നെ ഇത് സഭകളിൽ വായിക്കാവുന്നതാണെന്ന് അത്താനാസ്യോസ് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ നിയമ ഗ്രന്ഥങ്ങളോട് ഒപ്പം തന്നെ കണക്കാക്കാം. പക്ഷെ അതിന്റെ ഓതർഷിപ്പ് ഈ അർത്തനാസസ് ആണല്ലോ ഈസ്റ്റർ സന്ദേശമായിട്ട് പുതിയ നിയമത്തിൽ ഇത്രയാ ബുക്സ് എന്നുള്ളത് എഴുതി തരുന്നത് അല്ലേ? അതെ. അപ്പൊ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിന് ഇക്വലന്റ് ആയിട്ട് ചർച്ച് കാണുന്നുണ്ട്. പക്ഷെ ഓതർഷിപ്പ്, അപ്പോസ്തോലിക് ഓതർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് കാനനൈസ് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടന്റ് ബുക്കാണ് ഈ ഡിഡാക്ക. പക്ഷെ ഈ ഡിഡാക്ക നഷ്ടപ്പെട്ടു പോയി. ഡിഡാക്കയുടെ ഒരു കോപ്പി പോലും അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ 18 നൂറ്റാണ്ടുകളിൽ ഡിഡാക്കയെ പറ്റി പിന്നെ ഒരു വിവരമില്ലായിരുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് അത്ഭുതകരമായിട്ട് ഡിഡാക്കയുടെ ഒരു കോപ്പി കിട്ടുന്നത്. അത് ഏതാ കൃത്യസ്ഥലം ഞാൻ ഓർക്കുന്നില്ല. ഡിഡാക്ക കണ്ടെടുത്തു. അത് വാലിഡേറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ, എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒറിജിനൽ പൗരാണിക പ്രതി കിട്ടി ഈ ഡിഡാക്കയുടെ. പക്ഷെ ഈ ഡിഡാക്ക കണ്ടെടുക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട ഒത്തിരി അതായത് ഈ 10-15 നൂറ്റാണ്ടുകളിൽ വന്നിരിക്കുന്ന എഴുത്തുകളിലൊന്നും ഡിഡാക്ക ഇല്ലാത്തതുകൊണ്ട് ഡിഡാക്കയെ പറ്റി എഴുതിയിട്ടില്ല. കാരണം അവൈലബിൾ അല്ല. ഡിഡാക്കയെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് അന്ന് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് എഴുതാത്തത്. അപ്പൊ ഡിഡാക്കയിലെ പരാമർശം എന്താണ്? ഡിഡാക്കയിലെ പരാമർശം നമുക്ക് തളിച്ച് സ്നാനപ്പെടുത്താം എന്നുള്ളതാണ്. ആണോ? അത് എനിക്ക് എന്റെ PDF ഫോർമാറ്റ് ഇന്ന് കാത്തലിക് അപ്പോളജിസ്റ്റ് നമ്മുടെ അബിൻ അയച്ചു തന്നായിരുന്നു. ഞാനപ്പോ അത് ഗോത്രൂ ചെയ്തായിരുന്നു. അതിനകത്തുണ്ട്. അപ്പം നമ്മള് ഓർഡർ ഓഫ് സർവീസിന്റെ അകത്താണ് അത് വരുന്നത്. അതെ, ഡിഡാക്ക ഉണ്ട്. പിന്നെ ഡിഡാസ്കാലിയ എന്ന് പറഞ്ഞൊരു ബുക്കും ഉണ്ട്, 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട്. ഇത് AD 58 അല്ലേ? അതെ. ഓക്കെ. അപ്പം നമ്മളിപ്പോ സംസാരിച്ചു വരുന്നത് മൊത്തത്തിലൊന്ന് ക്രോഡീകരിച്ചാല്, ഇപ്പൊ ഒരു ഉപസംഹാരം എന്ന തരത്തില് ഈ 1-ാം കൂദാശയാകുന്ന മാമോദീസയ്ക്ക് നമ്മളൊരു വിശദീകരണം നൽകുമ്പോൾ, ക്രൈസ്തവരുടെ ഇടയിലുള്ള തർക്കങ്ങളിൽ ഏറ്റവും മൂത്ത തർക്കങ്ങളിൽ
4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ടതാണ് തളി വേണോ കുളി വേണോ എന്നുള്ളത്. അപ്പൊ ഈ നൂറ്റാണ്ടുകളായിട്ട് ഓൾമോസ്റ്റ് ഒരു 20 നൂറ്റാണ്ടായിട്ട് തളിയും കുളിയും പറഞ്ഞാണ് കളി മുഴുവൻ. തളിയും കുളിയും പറഞ്ഞാണ് കളി മുഴുവൻ. തളിച്ചവർക്ക് കുളിച്ചവരെ ഇഷ്ടമില്ല, കുളിച്ചവർക്ക് തളിച്ചവരെ ഇഷ്ടമില്ല. എന്നാൽ ഇന്നിപ്പോ ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും പറയട്ടെ, തളിയേക്കാളും കുളിയേക്കാളും വളരെ അമിത പ്രാധാന്യം നൽകുന്ന ഒരു മിസ്റ്റിക്കൽ, ഒരു മാർമിക വശം ഇതിനകത്തുണ്ട് എന്ന് അറിയുമ്പോ തളിയിലെയും കുളിയിലെയും കളി വിട്ടിട്ട് ഈ ഒരു മാർമിക വശത്തിന്റെ ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ നീങ്ങേണ്ടിയ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതെ, അതാണ് പൗലുസ്ലിയ പറയുന്നുണ്ട് തിമോത്തിയോസിന് എഴുതുമ്പോൾ, അന്ത്യകാലത്ത് ഭക്തികെട്ട മനുഷ്യർ വരും, അവർ ഭക്തിയുടെ ബാഹ്യരൂപത്തെ അതേപടി നിലനിർത്താൻ ശാഠ്യം പിടിക്കുന്നവരും അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്നവരുമായിരിക്കും. അതെ, തിമോത്തിയോസിനോട് പറയുമ്പോ അല്ലെ, അതായത് ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തും, എങ്കിലും അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. ആന്തരിക ചൈതന്യം എന്ന് പറയുന്ന മിസ്റ്റിക്കൽ ഫാക്ടർ, മാർമിക വശം. കറക്റ്റ്, അതാണ്. ആന്തരിക ചൈതന്യം ഇല്ല. പിന്നെ ഭക്തിയുടെ ബാഹ്യരൂപമാണ് സ്നാനം, കുളി, അതെങ്ങനെ കുളിക്കണം, മുഴുവൻ മുക്കണോ, അങ്ങനെയൊക്കെ അങ്ങ് വാദിക്കുകയാണ്. മിസ്റ്റിക്കൽ റിയാലിറ്റിയാണ്, ആന്തരിക ചൈതന്യമാണ്. ഇതൊരു വലിയ എന്താ പറഞ്ഞാൽ ശരിക്കും നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടിയ ഒരു വലിയ, യേശുവിന്റെ മരണത്തിലേക്ക് ഒരു സാധാരണ വ്യക്തി പോകുന്ന, യേശുവിന്റെ കുഴിച്ചിടലിലേക്ക് ഒരു സാധാരണ വ്യക്തി പോകുന്ന, അത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ. യേശുവിന്റെ മരണത്തിലേക്ക്, യേശുവിന്റെ കുഴിച്ചിടപ്പെടലിലേക്ക്, യേശുവിന്റെ പുനരുത്ഥാനത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്ന വിലയേറിയ ഒരു കൂദാശയാണ് ശരിക്കും മാമോദീസ എന്ന് പറയുന്നത്. യേശുവിനോട് കൂടെ മരിക്കപ്പെടുന്നു, യേശുവിനോട് കൂടെ കുഴിച്ചിടപ്പെടുന്നു, യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു, യേശുവിനോട് കൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. ഓ മൈ ഗാഡ്, അത് അപ്പൊ അത്രയ്ക്ക് അമൂല്യമായ ഒരു കൂദാശയാണ്. അപ്പൊ കേവലം ഇപ്പം ഗൾഫിൽ ഒരാൾ വിസിറ്റിന് വന്നു, അല്ലെങ്കിൽ എന്നെ പിടിച്ചോണ്ട് പോയി പെട്ടില്ല എന്നാ പെട്ടോ എന്നാ പെടുത്തിയേക്കാം എന്ന് പറഞ്ഞ് പെടുത്തിയവനും പോയി പെട്ടവനും പോയി, അങ്ങനെയുള്ള ഒരു സംഭവം അല്ല അത്. അല്ല, അതിനകത്ത് ഈ സ്നാനത്തെ പറ്റി പറയുമ്പം ഒത്തിരി പേർക്ക് അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട്. സ്നാനം എന്ന് പറയുമ്പോൾ ആ ഓതന്റിക് ആയിട്ടുള്ള ബാപ്റ്റിസം വേണം സ്വീകരിക്കാൻ. ഓക്കെ, ഓതന്റിക് എന്ന് പറഞ്ഞത് ഈ ശ്ലൈഹിക പാരമ്പര്യമുള്ള ഒരു ബാപ്റ്റിസം ആയിരിക്കണം. കാരണം ഇത് യേശു സ്നാനപ്പെടുത്താൻ കൽപ്പന കൊടുക്കുമ്പോ മത്തായി സുവിശേഷം 28 പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പം സ്നാനം ഈസ് വെരി മച്ച് കണക്റ്റഡ് ടു അതോറിറ്റി. ഇപ്പൊ ഈ ഇന്ത്യയിലെ പാരമ്പര്യം, ക്രൈസ്തവ പാരമ്പര്യം നോക്കുമ്പോ തോമസ് ലീഗയുടെ വരവോടുകൂടെ AD 50-കളിലാണല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഫസ്റ്റ് നോമ്പ് ഇവിടെ വരുന്നേ. അതെ, അപ്പൊ അന്ന് സ്ഥാപിക്കപ്പെട്ട സഭകളുണ്ടല്ലോ ഇവിടെ അല്ലെ, ഉണ്ട്. അപ്പൊ ആ AD, അതായത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട സഭകളിലെ പ്രാക്ടീസ് നോക്കിയാൽ അപ്പോസ്തലന്മാരുടെ പ്രാക്ടീസ് എന്താന്ന് നമുക്ക്, അപ്പോസ്തലന്മാരുടെ പ്രാക്ടീസ് എന്താന്ന് നോക്കിയാല് ഏതാണ് യഥാർത്ഥ പ്രാക്ടീസ് എന്ന് മനസ്സിലാവുമല്ലോ. അതെ, പക്ഷെ അതേക്കുറിച്ച് നമുക്ക് അധികം രേഖകള് ഇല്ലല്ലോ. അല്ല, ഇപ്പം വിശുദ്ധ തോമസ് ലീഗ തന്നെ വന്നേ, തോമസ് ലീഗ തന്നെ വരുമ്പോൾ യേശുവിന് ഡയറക്റ്റ് ഡിസൈപ്പിൾ ആയിരുന്നല്ലോ. അതെ, അപ്പൊ ഡയറക്റ്റ് ഡിസൈപ്പിൾ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ജീസസ് കൽപ്പിച്ചതും അല്ലെങ്കിൽ അവർ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് പ്രാക്ടീസ് ചെയ്തതും ആയിരിക്കുമല്ലോ. അതെ, നിശ്ചയമായിട്ടും. അപ്പം ആ ഇതിൽ നോക്കുമ്പോ മെയിൻ സ്ട്രീം ചർച്ച് തുടരുന്ന ബാപ്റ്റിസം ഇസ് മോർ വാലിഡ് അല്ലേ? അത് അവിടെയാണ്. അതിനകത്ത് അതിനേക്കാൾ പ്രധാനമായി നമ്മൾ പരിഗണിക്കേണ്ട ഒരു വസ്തുത, യേശുക്രിസ്തു ഒരു ഇരുമ്പലക്ക പോലെ ഒരു സാധനം കൊടുത്തിട്ടൊന്നും അല്ല പോയത്. യേശുക്രിസ്തു ഇവരോട് പറഞ്ഞത് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ പ്രതിനിധി സഭയാണ്. കർത്താവിന്റെ ഭൂമിയിലെ പ്രതിനിധി സഭയാണ് സഭ, അതാണ് ചർച്ച്. എന്നിട്ട് കർത്താവ് ആ സഭയോട് പറയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനമാണ് സ്വർഗത്തിന്റെ തീരുമാനം. അപ്പൊ സഭയ്ക്കെല്ലാം അധികാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് സഭ ഇന്ന് മുതൽ തളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തളിച്ചാൽ മതി, സ്പ്രേ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്താൽ മതി. അങ്ങനെ ഒരു ചിന്ത പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ?
അതത് യാതൊരു സംശയവും ഇല്ല. Church has the authority to decide. യെസ്, 100%. കാരണം ഇത് ഈ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്ക് ഒരു വിലങ്ങുതടിയാകുന്നില്ല. കാരണം ഇത് സഭയിലെ പിള്ളേർ എഴുതിയ പുസ്തക, സഭയിലെ ചെക്കന്മാർ എഴുതിയാണിത്. മനസ്സിലായില്ലേ? സഭയ്ക്കാണ് പ്രാധാന്യം. ഓക്കെ, അപ്പം അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ബൈബിളിലെ സഭയും ബൈബിൾ ഉണ്ടാക്കിയ സഭയും. ബൈബിൾ ഉണ്ടാക്കിയത്, ബൈബിൾ സഭയ്ക്ക് ഒരു ഒരു തടങ്കൽ പാറയോ ഇടർച്ചക്കല്ലോ ആയി മാറുന്നില്ല ട്രൂ ചർച്ചിനെ സംബന്ധിച്ച്. ബൈബിളിലെ സഭ ബൈബിളിൽ മാത്രം ഒഴുകി നിൽക്കുന്ന സഭയാണ്. അതെ, ഈ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിലെ ആളുകൾ എഴുതിയ പുസ്തകം, സഭ അത് കാനനൈസ് ചെയ്ത് വെച്ചു. ഇറ്റ്സ് എ മെമ്മോറിയൽ റെഫറൻസ് ആണ്, മെമ്മോറിയൽ റെഫറൻസ് ഓഫ് ദ ചർച്ച് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാനനൈസ് ചെയ്തത്, ഓതറൈസ് ചെയ്തത്. അതെ, ഇപ്പൊ നമുക്ക് ആ പ്രണയകാലത്ത് എഴുതിയ പഴയ പ്രണയക്കുറിപ്പൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ച ഈ ഷഷ്ടി പൂർത്തിയാകുമ്പോൾ എടുത്ത് വായിക്കുന്നവരുണ്ട്. അല്ല, ചർച്ച് ഓതറൈസ് ചെയ്തതാണ് ബൈബിൾ അല്ലെ? ചർച്ച് ഓതറൈസ് ചെയ്തിരിക്കുന്നത് ചർച്ചിന്, ചർച്ചിനെ നയിക്കാനുള്ള അധികാരമൊന്നുമില്ല. ബൈബിൾ അല്ല ചർച്ചിനെ ഗവേൺ ചെയ്യുന്നത്, ഹോളി സ്പിരിറ്റ് ആണ്. യേശു പറഞ്ഞ അങ്ങനെയാണ്, സഭ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അല്ലാതെ ഞാൻ പിന്നീട് ഒരു പുസ്തകം എഴുതിപ്പിക്കും, ആ പുസ്തകം വെച്ച് നിങ്ങളെ നടന്നോളെന്ന് കർത്താവ് പറഞ്ഞില്ല. സകല സത്യത്തിലും നിങ്ങൾ 3 നൂറ്റാണ്ട് വരെ ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട ബൈബിൾ ആരുടെ കയ്യിലും ഇല്ലായിരുന്നല്ലോ. ഇല്ല, സനാതന സത്യം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇല്ല. സനാതന നിത്യമായിട്ട് നിലനിൽക്കുന്ന, അതായത് ഓരോ കാലഘട്ടത്തിലും ചർച്ച് വിവിധ സംസ്കാരങ്ങളിലൂടെ, വിവിധ ദേശീയതകളിലൂടെ, വിവിധ പ്രതിസന്ധികളിലൂടെ, പുതിയ വെല്ലുവിളികളിലൂടെ എല്ലാം കടന്നു പോകുമ്പം അതിനെല്ലാം പര്യാപ്തമാക്കത്തക്ക രീതിയിൽ ഒരു മുഴുത്ത ഉണ്ടമ്പരി പോലെ ഒരു പുസ്തകമൊന്നുമില്ല. അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന ചലഞ്ചസ്, അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത്, അതിനെ മുഴുവൻ ഫേസ് ചെയ്തിട്ട് എങ്ങനെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ക്രിസ്തുവിന്റെ പ്രതിനിധികളായിട്ട്, ലോകത്തിന്റെ വെളിച്ചമായിട്ട്, ഭൂമിയുടെ ഉപ്പായിട്ട് നിൽക്കണമെന്ന് സഭയുടെ കൗൺസിൽ തീരുമാനിക്കും. ആ കൗൺസിലിന്റെ തീരുമാനത്തിന് സ്വർഗം അപ്രൂവ് ചെയ്യും. ഇപ്പൊ പത്രോസ്ലീഹയോടാണല്ലോ പറയുന്നത്, നീ അഴിക്കപ്പെടും, നീ കെട്ടുന്നത് കെട്ടപ്പെടുമെന്ന്. അതെ, പത്രോസിന്റെ പാരമ്പര്യം ഉള്ളവർക്ക്, പിന്തുടർച്ചുള്ളവർക്ക് അത് അഴിക്കാനും കെട്ടാനും അധികാരമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു അർത്ഥത്തില് ഈ ഹോളി ട്രഡീഷൻ, ചർച്ച് ആൻഡ് ട്രഡീഷൻ എന്ന് പറയുന്നത് അത് വളരെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ അകത്ത് എനിക്കും കുറച്ചൊരു കാര്യങ്ങൾ പറയാനുണ്ട്. എപ്പോഴും നമുക്ക് അതൊന്ന് പറയാം. അതുകൊണ്ടാണ് ഇവരൊരു ഭൗതിക യാഥാർത്ഥ്യം എന്ന ദൃശ്യസഭയെ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ സഭ അദൃശ്യമാണ്, ആരൊക്കെ അതിനകത്തുണ്ടെന്ന് ആർക്കറിയാം, നമുക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത്. നോ, ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഫിസിക്കൽ റിയാലിറ്റി. അല്ല, പവർ ആൻഡ് അതോറിറ്റി കൊടുത്തെന്നല്ലേ പറഞ്ഞേ? ശക്തിയും അധികാരവും. അതെ, 12 വരെ അടുക്കൽ വിളിച്ച് അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. എന്നിട്ട് പിന്നെ ഇവിടെ ചർച്ചിനെ നയിക്കാൻ അവരെ ആക്കി വെക്കുകയാണ്. ഇപ്പൊ ആട്ടിൻകൂട്ടത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയായി. അതായത് ഇപ്പം ഒരിക്കലും ഒരു റിട്ടൺ സ്ക്രിപ്ചർ എല്ലാ കാലത്തേക്കും ആളുകൾക്ക് ഒരു ഇരുമ്പുവടിയായി മാറുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ മോശ എഴുതിയിരിക്കുന്ന കാര്യം പോലും കർത്താവ് അവന്റെ ഇത് പറയാ, ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാ ഞാനോ നിങ്ങളോട് പറയുന്നത്, മൊത്തം അവന്റെ ആണ്. ദാറ്റ് ഇസ് ദ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം. ബഹുഭാര്യത്വത്തിന്റെ കാര്യം വരുമ്പോ അല്ലെ, ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്നു, വിഹിതമോ? അപ്പൊ അവർക്ക് റിട്ടേൺ ഡോക്യുമെന്റ്സ് ഫ്രം മോസസ് അതൊക്കെ അവർ വെച്ചോണ്ടിരിക്കും. അപ്പൊ യേശു പറഞ്ഞോ, ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ആകാന്ന് പറഞ്ഞപ്പോ യേശു പറഞ്ഞു നോ, അങ്ങനെയല്ല. അപ്പൊ കർത്താവിന്റെ അധികാരവും കർത്താവിന്റെ സ്വഭാവവും റിഫ്ലക്ട് ചെയ്യുന്നതാണ് ട്രൂ ചർച്ച്. അതെ, ഇത് വളരെ ആധികാരികമായി തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു ഫാക്റ്റാണ് പറയുന്നത്. 455 പേര് ലൈവില് ഈ സമയത്ത് പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. ഐ നോ ഇറ്റ്സ് എ ലോങ് ലൈവ്. നിങ്ങൾ എന്നാലും ഇങ്ങനെ ഇത്രയും ഒരു വ്യൂവർഷിപ്പില് ഇതിനെ കീപ്പപ്പ് ചെയ്യുന്നതില് പ്രത്യേകിച്ച് വി ആർ താങ്ക്ഫുൾ ടു യു ഓൾ. ഈ സത്യാന്വേഷണത്തിന്റെ യാത്രകള് നമുക്ക് ഒരുമിച്ച് നടത്താം. ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടത് ഇത് കേട്ടിട്ട്, ഇതൊരു പഠനത്തിന്റെ ഒരു എന്താ പറയണ്ടേ, പെൻസിൽ എടുക്കാൻ പോയതായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഈ ലൈവ് കഴിയുമ്പം യു വിൽ ഹാവ് എ ബാപ്റ്റിസം വിത്ത് ട്രൂത്ത്. അതെ, സത്യത്തിന്റെ ഒരു സ്നാനം ഉണ്ടാവും. അപ്പം നമ്മള് ഏകദേശം ഒന്ന് ക്രോഡീകരിച്ചാൽ എങ്ങനെ ഇപ്പൊ ക്രോഡീകരിക്കാൻ പറ്റും? നമ്മൾ ഈ 3 ദിവസം നടത്തിയ ഡിസ്കഷൻ എങ്ങനെ ഒന്ന് ക്രോഡീകരിക്കാൻ പറ്റും ശിവശാം പറയുമ്പോ? അതിനകത്ത് ഏറ്റവും പ്രധാനം, സ്നാനം എന്നത്
യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. പക്ഷെ അത് അധികാരത്തോട് ബന്ധപ്പെട്ട അധികാരമുള്ളവർ നടത്തേണ്ടതാണ്. സ്നാനം നടത്തണമെങ്കിൽ അധികാരം വേണം. അപ്പോ സ്നാനത്തിനകത്ത് ഒരു മിസ്റ്റിക് ഫാക്ടർ ഉണ്ട്. അപ്പോ സ്നാനത്തിന് പ്രായ വ്യത്യാസമില്ല. ഏത് പ്രായത്തിലുള്ളവരെയും കർത്താവ് തന്റെ സഭയോട് ചേർക്കുന്നു. സഭ ഏത് പ്രായത്തിലുള്ളവരെയും സ്വീകരിക്കുന്നു. ഇറസ്പെക്ടർ അല്ല, ഓഫ് ഈ സ്നാനത്തിന്റെ ഉദാഹരണം പറയുന്നിടത്ത് ചെങ്കടൽ കടന്നു വന്നപ്പോ പിള്ളേരില്ലായിരുന്നോ? പിള്ളേരില്ലായിരുന്നോ? മിസ്രൈമീന്നേ ഇസ്രായേലിലേക്ക് വന്ന് ചെങ്കടൽ കടന്നു വന്ന് മേഘത്തിനും സമുദ്രത്തിനും നടുവിലൂടെ കടന്ന് മോശയോട് സ്നാനം ഏറ്റി ചേർന്നതിന്റെ അകത്ത് മിസ്രൈമിന്ന് വന്നവരിൽ അഡൽറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയല്ല, മന്ന തിന്ന് പിള്ളേർ തിന്നോ? പിള്ളേർക്ക് മന്ന കൊടുത്തോ? അതോ എടുക്കല്ലേ പിള്ളേരെ മന്ന എടുക്കല്ലേ? അല്ല, ദൈവത്തിന്റെ ഒരു കൽപ്പനയ്ക്കകത്തുനിന്ന് ഇപ്പൊ പരിശോധന എന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു 8-ാം നാളിൽ കൊണ്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചോണം. അതിന്റെ അകത്ത് ഒരു കൽപ്പനയ്ക്കകത്തും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. ഇല്ല, ഒരു ഉടമ്പടിയിൽ നിന്നും. സോറി, ഒരു ഉടമ്പടിയിൽ നിന്നും യാതൊരു ഉടമ്പടി. ഞാനിന്ന് ഉടമ്പടികളുടെ ചരിത്രങ്ങളെല്ലാം നോക്കിയപ്പോൾ അതിനകത്ത് വളരെ ക്ലിയർ ആണ്. പെസഹായ്ക്കകത്ത് കുഞ്ഞുങ്ങളുണ്ട്, പരിശോധനയ്ക്കകത്ത് കുഞ്ഞുങ്ങളുണ്ട്, ന്യായപ്രമാണത്തിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട്, യാഗത്തിന്റെ കാര്യത്തിൽ പോലും മക്കളെ ചൊല്ലിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ബൈബിൾ അഡ്രസ് ചെയ്യുമ്പോൾ പോലും കുഞ്ഞുങ്ങളെ വിളിച്ചിട്ടുണ്ട്, സഭയെ അഡ്രസ് ചെയ്യുമ്പോൾ പോലും കുഞ്ഞുങ്ങളെ വിളിച്ചിട്ടുണ്ട്. പിന്നെ വാഗ്ദത്തത്തിന്റെ കാര്യം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ പറഞ്ഞു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരും സമീപസ്ഥരുമായവർക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 21 ശീമോനോട് 3 പ്രാവശ്യം പറയുമ്പോൾ നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, രണ്ടാമത് നീ എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക, മൂന്നാമത് നീ എന്റെ ആടുകളെ മേയ്ക്കുക. അപ്പം ആട്, പെണ്ണാട്, കുഞ്ഞാട്. യേശു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്നാ പറയുന്നത്. അതെ, കുഞ്ഞുങ്ങളെ ഇതെല്ലാം മാറ്റി നിർത്തുന്നതിലൂടെ ഏറ്റവും അപകടകരമായ ഒരു ഉടമ്പടിയിൽ നിന്ന്, അല്ലെ കൂദാശയിൽ നിന്നാണ് അവരെ മാറ്റി നിർത്തുന്നത്. അതെ, ഇത്രയും വലിയ സംരക്ഷകമായിരിക്കുന്ന തൃത്വത്തിന്റെ മാർമിക സംരക്ഷണത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളയുക. 7 കൂദാശകളുടെ കവാടമാണ് മാമോദീസ എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതെ, എൻട്രൻസ് ആണ്. ഇതിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള കൂദാശകളിലേക്ക് പോകുന്നത്. നിശ്ചയമായിട്ടും. അപ്പം ഇത് 3 ദിവസത്തെ ദയവേത് ഇന്ന് ലൈവിലുള്ളവർ ദയവേത് നിങ്ങൾ യൂട്യൂബിൽ പോയി ഗ്രീസ് കമ്മ്യൂണിറ്റി ഗ്ലോബലോ ലൈവ് വീഡിയോസ് ഓഫ് ഷിബു വീഡിയോയിലോ നോക്കി നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോസും കൂടെ കേട്ടാലേ ഈ ഡിസ്കഷൻ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഈ സന്ദേശം ഒത്തിരി പേരുടെ അടുക്കൽ എത്തിക്കാൻ അക്ഷീണ പരിശ്രമം നടത്തുന്ന അനേകരുണ്ട്. ഷെയർ ചെയ്ത് കാരണം ഇത് എങ്ങോട്ടും ചാഞ്ഞു എന്നുള്ള ഒരു കാര്യമല്ല. ഇത് വളരെ നിഷ്പക്ഷമായിട്ട് നിന്ന് വിശദീകരിക്കുന്ന ഒരു വിശദീകരണമാണ്. ഇതിപ്പോ മെയിൻ ലൈൻ ചർച്ചെന്നോ പ്രൊട്ടസ്റ്റന്റ് ചർച്ചെന്നോ എങ്ങോട്ടും ചാഞ്ഞു എന്നുള്ള ഒരു വിശദീകരണമല്ല. ഞങ്ങൾ ഇത് രണ്ടും മനസ്സിലാക്കിയപ്പം ഞങ്ങൾക്കുണ്ടായ കൺവിക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വി ആർ നോട്ട് എക്സ്പെക്ടിങ് എനി റിപ്ലൈ, അല്ലേ ശിവജ? ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ആരെങ്കിലും ഒക്കെ റിപ്ലൈ തരണം, അല്ലെ ആൻസർ തരണം. ദിസ് ഈസ് നോട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, ദിസ് ഈസ് അവർ കൺവിക്ഷൻ. വാട്ട് വി ഹാവ് ലേൺഡ് ത്രൂ അവർ ക്രിസ്ത്യൻ ജേർണി. ഈ ആത്മീയ യാത്രയിൽ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ദൈവം തന്ന പ്ലാറ്റ്ഫോമിൽ ഇത് പറയുകയാണ്. അതിനപ്പുറത്ത് ഇത് ആരെയും ഹർട്ട് ചെയ്യാനുള്ള ഉദ്ദേശമില്ല. ഇനിയും ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 6 കൂദാശകളുടെയും വിശദീകരണം വരുമ്പോഴും ഇത് തന്നെയാണ് നിലപാട്. അത് പല ഡെപ്തുകളിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കും. അതിന്റെ ഒരു വലിയ പ്രിപ്പറേഷന് തന്നെയാണുള്ളത്. അപ്പം ഈ ലൈവില് പ്രസക്തരായിട്ടുള്ള ഒരുപാട് പേര് ജോയിൻ ചെയ്യും. ഈ സ്ക്രീനിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെയും കാണും, അപ്രതീക്ഷിതരായവരെ കാണും. അതിനുവേണ്ടി സ്ക്രീൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന സ്ക്രീനിൽ ഇങ്ങനെ പല ഫ്രെയിമുകളുണ്ട്, 2 ഫ്രെയിം അല്ല. അതെ, ഇപ്പൊ നമുക്ക് ഈ സോഫ്റ്റ്വെയർ തന്നെ 8 പേരെ ആഡ് ചെയ്യാവുന്ന ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട, എന്നും 2 പേരെ കാണുള്ളൂ, കൂടുതൽ ആളുകൾ വരും. അതുപോലെ തന്നെ ശിവജ, ഈ ക്രിസ്ത്യൻ ആൻസർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിയോഗം ഉണ്ടായിരുന്നു. അപ്പം ഡിഫറെന്റ്, ഇപ്പം ശിവജാന്റെ വീഡിയോ, നമ്മളിവിടെ സംസാരിക്കുന്ന വീഡിയോ, അതുപോലെ ഇങ്ങനെ ഈ സത്യാന്വേഷികൾക്ക് പിന്തുടരാൻ കഴിയുന്ന കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഉദ്ദേശിക്കുന്നത്, ക്രിസ്ത്യൻ ആൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ വീഡിയോസുമാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ ക്വസ്റ്റ്യൻസ് വല്ലതുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ഇനി ഉണ്ടോ? ഇല്ല, അവരെ ആരെങ്കിലും എഴുതുന്നുണ്ടോ എന്തെങ്കിലും?
അനൂപ് ജോയ് പറയുന്നു, why you are showing your convictions to the public? Yeah, if it is your conviction, if it is then discuss with yourself. It is shame to the entire Christian world. Shame on you, Motas. നിങ്ങളെ മൊട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുടി ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലല്ലോ. അല്ല, അതിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ ഈ മൊട്ടയെന്ന് വിളിക്കുമ്പം കരടിയെ വിട്ട് അവനെ കടിപ്പിക്കാൻ ഞാൻ പഴയ നിയമത്തിന്റെ കീഴിലല്ലല്ലോ. എനിക്ക് പിന്നെ മുടി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് മുടി ഉണ്ടായിട്ടാണ് നിങ്ങൾ ഷേവ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. അല്ല, അങ്ങനെ അല്ലെന്ന്. ഇപ്പൊ ഈ പണ്ട് ഏലീശ പ്രവാചകനെ മൊട്ടത്തലയാന്ന് വിളിച്ചപ്പോ പുള്ളി കരടികളെ ഇറക്കി വിട്ടു, പിള്ളേരെല്ലാം കടിച്ചു കൊന്നു. ഇപ്പൊ ഇവര് ഈ ശാസിക്കുന്ന ആളുകളുണ്ട്, ശപിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എന്റെ വീഡിയോ കണ്ട് എന്നെ ശപിക്കുന്നവരുണ്ട്. അപ്പം ഏലീഷായുടെ ഒന്നും ആത്മാവല്ല, ഞങ്ങൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാണ്. അതുകൊണ്ട് മൊട്ടയെന്നോ വട്ടാന്നോ ഒന്നും വിളിച്ചാൽ ഇവിടെ ഞങ്ങൾ കരടിയും പുലിയൊന്നും വിടത്തില്ല. അപ്പനെ വിളിച്ചാൽ അപ്പനെ ഓർക്കും, അമ്മയെ വിളിച്ചാൽ അമ്മയെ ഓർക്കും. അത്രേ ഉള്ളു. അതൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ടല്ലേ അവർ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അനൂപ് വിളിക്കുന്നത് അനൂപ് ജോയ് ആണ്. എനിവേ, അവന് പനിയാ, അനൂപിന് പനിയാ, സ്ഥിരം പനിയുള്ള ഒരു പയ്യൻ, എനിക്കറിയാം. നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ? ഇതാണ്. ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഈ ഒന്നാമത്തെ കൂദാശയാകുന്ന മാമോദിസയുടെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ഞങ്ങളുടെ കൺക്ലൂഷൻ, ഇപ്പൊ ഞങ്ങളുടെ ഈ കൺവിക്ഷന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം എനിക്കുണ്ടായ കൺവിക്ഷൻ പറയാം. അത് കഴിഞ്ഞ് ശിവചാനോട് പറഞ്ഞിട്ട് നമുക്ക് പാട്ട് വെക്കുന്നതായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു 21 നൂറ്റാണ്ടായിട്ട് ക്രൈസ്തവരുടെ ഇടയിൽ സ്നാനം സംബന്ധിച്ച് ഒരു വഴക്കുണ്ടായിരുന്നു എന്നുള്ളതിൽ ഉണ്ടായിരുന്നില്ല. അതാണ് സത്യാവസ്ഥ. ക്രൈസ്തവരുടെ ഇടയിൽ വഴക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ 18ാം നൂറ്റാണ്ടിന് ശേഷം, 15ാം നൂറ്റാണ്ട് പോലും അല്ല, 18ാം നൂറ്റാണ്ടിന് ശേഷം അനാബാപ്റ്റിസ്റ്റുകളുടെ ഒക്കെ കാലഘട്ടത്തിന് ശേഷമാണ് മുഴുകൽ സ്നാനം സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട് എമംഗ് ക്രിസ്ത്യൻസ് ഉണ്ടായത്. അത് ജോൺ നെൽസൺ ഡാർബിയെ ബേസ് ചെയ്തുള്ള, ജോൺ നെൽസൺ ഡാർബിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ചരിത്രമായിട്ടാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അന്ന് മുതലാണ് മുങ്ങുക, തളിക്കുക എന്നുള്ളതിലേക്ക് ഈ ഫോക്കസ് തിരിഞ്ഞത്. വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ പണ്ട് കാലത്ത് സ്പിരിറ്റ് കടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ബോംബ് പൊട്ടിക്കും. ആ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് ഒരു തോട്ട പൊട്ടിച്ചിട്ട് പോലീസുകാരെല്ലാം അങ്ങോട്ട് ഓടുമ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ കടത്ത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞ പോലെയാണ് തളിയും കുളിയും കളിയായി മാറിയപ്പോ ഇതിൻ്റെ അകത്ത് ആ മിസ്റ്റിക്കൽ ഫാക്ടർ, മാർമികമായ വലിയ രഹസ്യം അതിനിടയിൽ തടയപ്പെട്ടു. അപ്പൊ ആ മാർമികമായ വലിയ രഹസ്യത്തിലേക്ക് ഈ തളിയും കുളിയും കളി വിട്ടിട്ട് വരേണ്ടിയ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കൺവിക്ഷൻ. രണ്ടാമത്തേത്, 2000 വർഷമായിട്ട് പിന്തുടർന്ന് വരുന്ന സഭയുടെ ഒരു പാരമ്പര്യം. ആ ഒരു പാരമ്പര്യത്തിന് അമിത പ്രാധാന്യമുണ്ട്. കാരണം അപ്പൂപ്പനില്ലാതെ അപ്പനില്ല, അപ്പനില്ലാതെ ഞാനില്ല. അപ്പം അപ്പൂപ്പനെ നിഷേധിക്കുമ്പോൾ എൻ്റെ അപ്പനെ നിഷേധിക്കേണ്ടി വരും, എൻ്റെ അപ്പനെ നിഷേധിക്കേണ്ടി വരുമ്പോൾ എൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കേണ്ടി വരും. പാരമ്പര്യത്തെ നിഷേധിക്കുന്നവർ ഓർക്കുക, പാരമ്പര്യത്തെ നിഷേധിക്കുന്ന സഭകൾ 500 വർഷം പിന്നിടുമ്പോൾ അവിടെ ഒരു പാരമ്പര്യം പിന്നീട് ഉണ്ടാവുകയാണ്. അതിനെ നിഷേധിക്കുവാനായിട്ട് വീണ്ടും നമ്മൾ കഠിന പ്രയത്നം നടത്തേണ്ടി വരും. അപ്പം സെക്കൻഡ് കൺവിക്ഷന്റെ എൻഡിങ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 2000 വർഷമായിട്ട് സഭ പിന്തുടർന്ന് വന്ന ഊതിക്കഴിച്ച അല്ലെങ്കിൽ കറ തീർത്ത ഡയലോഗുകളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട 21 കൗൺസിലുകളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട ആ അമൂല്യമായ ആ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കാം. അതിൻ്റെ പിന്തുടർച്ചക്കാരാകുന്നതിൽ അഭിമാനിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്പ്ലിറ്റിംഗ്, ഡിവിഷൻ്റെയും ഡിവിയേഷൻ്റെ ഒക്കെ അപ്പുറത്ത് ആ ഒരു ക്രിസ്തീയ ഐക്യം നമുക്ക് നിലനിർത്താം. അതിൻ്റെ ഇപ്പൊ ഈ ഡിസ്കഷൻ സംബന്ധിച്ചവർക്ക് മനസ്സിലായി കാണും, തളിക്കോ കുളിക്കോ അല്ല പ്രാധാന്യം, അതിലൂടെ നടക്കുന്ന ആ വലിയ മാർമിക മർമ്മത്തിന്റെ കാര്യത്തിലാണ്. അപ്പൊ ആ മാർമിക മർമ്മം 1-ാം ദിവസം നമ്മൾ വിശദീകരിച്ചപ്പോ നിക്കോദിമോസിനോട് പറഞ്ഞു വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം. പിന്നെ പറഞ്ഞു പത്രോസ്ലീഹ പ്രസംഗിച്ചും പറഞ്ഞു പാപമോചനത്തിനായുള്ള സ്നാനം. പിന്നെ മർക്കോസ് 16:16 പറഞ്ഞപ്പോൾ
വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെടുന്ന സ്നാനം, ആ മൂന്ന് മാർമിക വശങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് ഇന്നലത്തെ ഡിസ്കഷനിലേക്ക് നമ്മൾ വന്നത്. അപ്പൊ ഇന്നലത്തെ ഡിസ്കഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരുന്നു. അത് അങ്ങനെ ചെയ്തത് ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ക്രോഡി ഫോക്കസ് ചെയ്തത് മിസ്റ്റിസിസം അല്ലെങ്കിൽ സഭയുടെ സ്നാനത്തിന്റെ മാർമികത എന്ന വിഷയത്തിലാണ്. അപ്പൊ ആ വിഷയം ഏറ്റവും പ്രാധാന്യം ഉള്ളതായി അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കപ്പെടുമ്പോൾ ഞങ്ങൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1800 വർഷത്തെ അല്ലെങ്കിൽ 1800 വർഷത്തെ സഭാചരിത്രത്തിൽ സഭ വിരള എണ്ണാവുന്ന രൂപത്തിൽ മാത്രമേ വിഘടിച്ചിട്ടുള്ളൂ. വിഘടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അപ്പോസ്തോലിക് യൂണിയനിൽ അപ്പോസ്തോലിക ഐക്യതയിൽ വിഘടിക്കപ്പെട്ടവരെല്ലാവരും ഒരു കൊടക്കീഴിൽ നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ 200 വർഷത്തിനകത്ത് 60,000-ത്തിലധികം സ്പ്ലിറ്റുകളായിട്ട് ബേബിയുടെ സഭ, കുഞ്ഞുമോന്റെ സഭ, കുഞ്ഞുമോളുടെ സഭ, ശാന്തമ്മയുടെ സഭ, ഇങ്ങനെ ആയിരങ്ങളായിട്ട് ക്രൈസ്തവ നാമത്തിന് തന്നെ അപമാനകരമായ തരത്തിൽ ഉപദേശങ്ങളുടെ പേരിൽ, വിശ്വാസങ്ങളുടെ പേരിൽ സ്പ്ലിറ്റായി വിഘടിച്ച് ഇതിന്റെ അന്തസ്സത്തെയും സാരാംശവും നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് കഠിന വേദനയോടെ ഇനിയൊരു സഭ സ്ഥാപിക്കുന്നതിനപ്പുറത്ത് ഞങ്ങൾ അതുകൊണ്ടാണ് എവിടെയും സഭ സ്ഥാപിക്കാതെ ഉള്ള സഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമാകും എന്ന ആ ഒരു ദർശനം മാത്രമാണ് ഇതിന്റെ പുറകിലെ ചേതോ വികാരം. ഇതിലൂടെ ആരെയും അടിച്ചമർത്തണമെന്നോ ആരെയും ഉയർത്തിക്കാട്ടണമോ എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങളെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇതിലൂടെ ഉപസംഹാര വിഷയം വിശ്വാസങ്ങളുടെ പേരിൽ സഭ സ്പ്ലിറ്റ് ആക്കുന്നതും വിശ്വാസത്തിന്റെ പേരിൽ ആ പള്ളി ഈ പള്ളിയിലോട്ടും കൊണ്ടുപോകുന്ന പരിപാടി നിർത്താം. കാരണം വിശ്വാസത്തെക്കാൾ വലുത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ ആത്മാവിൽ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ ഈ 2000 വർഷത്തെ അടിത്തറയിൽ നമുക്ക് ഉയർന്നു നിൽക്കാം. അങ്ങനെ ക്രൈസ്തവർക്കെതിരെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റ ശബ്ദമായിട്ട് നിന്ന് എതിർക്കാം. ഒരു ഈർക്കിളി ഒറ്റയ്ക്ക് നിന്നാൽ അതിനെ എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം. എന്നാൽ പല ഈർക്കിളികൾ ഒരുമിച്ചൊരു ചൂലായാൽ അത്ര വേഗത്തിൽ അതിനെ ഓടിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ഒരു ഐക്യത്തിലൂടെ ഉള്ള ഒരു വലിയ ഉദ്ദേശമാണുള്ളത്. ആ ഉദ്ദേശശുദ്ധി തിരിച്ചറിഞ്ഞ് ഈ സന്ദേശം ആളുകളിൽ എത്തിക്കുവാനായിട്ട് നിങ്ങൾ നടത്തുന്ന കഠിന പ്രയത്നം അങ്ങേയറ്റം പ്രോത്സാഹനീയമാണ്. ഇതിന് സംഘടനകളുടെ അതിർത്തിയില്ല, സഭകളുടെ അതിർത്തിയല്ല. ഞാൻ ഒരു സഭയുടെയും പ്രതിനിധിയല്ല. ഞാനൊരു കാത്തലിക് പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. പിന്നീട് ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയ ആളാണ്. ഞാനിപ്പോൾ പെന്തക്കോസ്തുകാരനല്ല. പെന്തക്കോസ്തുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അത്തരത്തിൽ എന്നെ ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഇന്നു മുതൽ ആ കാഴ്ച നിർത്തുക. ഞാൻ അതിൽ നിന്ന് ഇന്നേക്ക് 8 വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞ ആളാണ്. ഞാൻ അതോട് ബന്ധപ്പെട്ട ആളല്ല. എന്നാൽ ഈ കാര്യങ്ങളുടെ തുടരന്വേഷണം ഞാൻ പെന്തക്കോസ്റ്റിലായിരുന്ന സമയത്ത് ക്രമീകൃതമായി തിയോളജി പഠിച്ചതിലൂടെ എനിക്ക് മനസ്സിലായ കൺവിക്ഷൻസ്, അതിന്റെ വിശദീകരണങ്ങൾ വിശദീകരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഉപസംഹാരം ഇത്രയും മാത്രം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടിയുള്ള തമ്മിലടികൾക്കപ്പുറത്ത് സ്നേഹത്തിന്റെ ആത്മാവിൽ ഒരുമിക്കാം. ഈ ഉള്ളറകൾ തുറന്നു കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിനുവേണ്ടി വലിയ യുദ്ധം ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ല. യഥാർത്ഥ ശ്ലൈഹിക വിശ്വാസത്തിൽ തുടരാം. കർത്താവിന്റെ അഭിഷേകത്താല് തുടരാൻ ഇടവരട്ടെ. ഷിബിച്ചാന് അതിന്റെ ഒരു കൺവിക്ഷനോട് പറഞ്ഞ് അവസാനിപ്പിക്കും. സജിത്ത് ഏറെക്കുറെ എല്ലാ പോയിന്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ പേഴ്സണൽ ആയിട്ട് ഉള്ള അനുഭവത്തിൽ പറഞ്ഞാൽ, ഞാനിവിടെ ഹ്യൂസ്റ്റണിൽ ആണ് താമസിക്കുന്നത്. ഒരു സിറ്റിയിൽ തന്നെ ഒരേ പേരിലുള്ള സഭകൾ തന്നെ 10-15 എണ്ണം അടുപ്പിന്റെ കല്ല് പോലെ വെച്ചിരിക്കുകയാണ്. പിന്നെ വിവിധ സംഘടനകൾ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വാക്യം മത്തായിയുടെ സുവിശേഷം 12:30 യേശു കർത്താവ് പറയാണ്, എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം those who are not gathered with me scatters. അപ്പൊ കർത്താവിനോട് ചേരാത്തവൻ ചിതറിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഇന്ന് പെന്റക്കോസ്റ്റൽ വേൾഡിൽ, പ്രൊട്ടസ്റ്റന്റ് വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ വിഘടിക്കാനുള്ള കാരണം അന്വേഷിക്കുകയാണ്. ഓരോ ഞായറാഴ്ചയും സഭയിൽ ചെല്ലുന്നവർ പേടിച്ചാ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ അവിടെ ആ സഭ കാണുമോ, അല്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ അത് 3 കഷ്ണമായിട്ടായിരിക്കും ഇറങ്ങുന്നത്, അതോ 2 കഷ്ണമായിട്ടായി. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. സ്ഫോടനാത്മകമാണ്. കാരണം ചെറിയ ചെറിയ ഈഗോ പ്രശ്നങ്ങൾക്ക് പോലും സഭ പിളരുകയാണ്. പക്ഷേ നമ്മൾ തിരിച്ച് അപ്പോസ്തലിക് അംബർലായുടെ കീഴിൽ നോക്കി കഴിയുമ്പോൾ
യോജിക്കാനുള്ള കാരണങ്ങൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിലും സിറിയക് ഓർത്തഡോക്സ് ചർച്ചും റോമൻ കാത്തലിക് ചർച്ചുമായിട്ടുള്ള ഡയലോഗ് നടന്നു. ഓരോ ചർച്ചുകളും തമ്മിൽ ഡയലോഗുകൾ പല തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം യൂണിറ്റിയിലേക്ക്, പെർഫെക്റ്റ് യൂണിറ്റി എന്ന് പറയുമ്പം യൂണിഫോമിറ്റി അല്ല. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാതലിക്കായിട്ട് നിൽക്കുമ്പോഴും ഒരു ഓർത്തഡോക്സുകാരനായി നിൽക്കുമ്പോഴും യൂണിറ്റി സാധ്യമാണ്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് യൂണിഫോമിറ്റി അല്ല. അപ്പൊ അതുകൊണ്ട് രണ്ട് ലോകത്തെ നമ്മൾ കാണുന്നു, രണ്ട് ലോകത്തെ. ഇപ്പൊ പ്രൊട്ടസ്റ്റന്റ് വേൾഡിൽ സ്കാറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിന്നെ സ്കാറ്റർ. അത് മത്തായിയുടെ സുവിശേഷം, എല്ലാവരും നിങ്ങളുടെ ബൈബിൾ എടുത്ത് നോക്കുക. മത്തായിയുടെ സുവിശേഷം 12:30 യേശു കർത്താവ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ചിതറിക്കപ്പെട്ട് പോകുന്ന കൂട്ടത്തിൽ നിൽക്കുന്നവർ യേശുവിനോടുകൂടെ ചേർക്കപ്പെടുന്നില്ല, മറിച്ച് യേശുവിനോടുകൂടെ എല്ലാ അർത്ഥത്തിലും ചേരുന്ന ഒരു കൂദാശ മാമോദിസയാണ്. ആ കൂദാശയുടെ അർത്ഥം, അതിന്റെ പ്രസക്തി എല്ലാം ഗ്രഹിച്ച് അതിന്റെ വിശുദ്ധിയോടുകൂടെ, അതിന്റെ പ്രാധാന്യത്തോടുകൂടെ, അതിന്റെ എല്ലാ മിസ്റ്റിക്കൽ ഫാക്ടേഴ്സിനെയും ഉൾക്കൊണ്ട് ആ കൂദാശയെ നിർവഹിക്കുന്ന ആളുകൾ അവരാണ് ശരിയായിട്ടുള്ളത്, അവരാണ് ശരി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്തയ്ക്കും പഠനത്തിനും വേണ്ടി ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നു. തുടർന്ന് മറ്റ് വിഷയങ്ങളിലേക്ക്, വാങ്ങിപ്പോയവരെ കുറിച്ച്, പരിശുദ്ധ കുർബാനയെ കുറിച്ച്, വിശുദ്ധന്മാരുടെ സംസർഗത്തെ കുറിച്ച്, പരിശുദ്ധ കുംഭസാരത്തെ കുറിച്ച്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കെല്ലാം ഞങ്ങൾ വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് us. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. പാട്ടിടുന്നുണ്ടോ? പാട്ടൊന്നും വെക്കാം. പറുദീസയിലാദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കുന്നീ നാൾ നിൻവായിൽ സ്നാനത്തിൻ ശിശുവേ സശുഭം പോവുക നീ, നദി ചെയ്യുക നിന്നെ കാക്കും ശ്രീമായി ജനതാ സംസ്തുതി തേ തനയാ സ്തോത്രം തേ വിമലാത്മാവേ തേ നദിയും